ഹലോ മാം ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ ഇന്നലെ എൻസൈംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിർത്തിയുണ്ടായിരുന്നത്? അപ്പം എൻസൈംസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറഞ്ഞേ. എൻസൈംസ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ ഓക്കെ, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ് ആര്? എൻസൈംസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണ്, പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? റൈബോസൈംസ് എന്ന് പറഞ്ഞിട്ടുള്ളതൊന്നും എന്തല്ല, പ്രോട്ടീൻസ് അല്ല, നോൺ പ്രോട്ടീൻസ് ആണ്. പിന്നെ എൻസൈംസിന് ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടാവും, അവിടെയാണ് ആര് ബൈൻഡ് ചെയ്യുന്നത്? സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നത്. പിന്നെ എൻസൈംസ് ഈ റിയാക്ഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഒരു എൻഡ് പ്രൊഡക്റ്റ് ഉണ്ടാവും. അതെന്താന്ന് വെച്ചാല് എന്താണ്, ഈ എൻസൈമാറ്റിക് റിയാക്ഷന്റെ അവസാനം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഇല്ലേ, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഇല്ലേ, അതാണ് എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഇവർക്ക് ഹൈ ആയിട്ട് ഉള്ള ടെമ്പറേച്ചർ ആകുമ്പോൾ അവരെന്ത് ചെയ്യും? ഡീനാച്ചുറേഷൻ സംഭവിച്ചവർക്ക് നശിച്ചു പോവും അല്ലെ. ലോ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ അവർ എന്തായിരിക്കും? ചിലപ്പോൾ ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും കാണുക. പക്ഷെ എന്താണ്, ചില എൻസൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? ചില എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കുന്ന ഓർഗാനിസംസിൽ ചില എൻസൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈ ടെമ്പറേച്ചറിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. പക്ഷെ നോർമൽ കേസിൽ എന്താണ്, ഹൈ ടെമ്പറേച്ചറിനെ ടോളറേറ്റ് ചെയ്യാൻ എൻസൈംസിന് പറ്റില്ല. പിന്നെ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എങ്ങനെയായിരുന്നു എൻസൈം ആക്ഷൻ എന്ന് പറയുമ്പോൾ? എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിൽ ബൈൻഡ് ചെയ്യും, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. ഇതൊരു ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള ഒരു മാറ്റമാണ്. ഇത് നമുക്ക് തിരിച്ചെന്ത് ചെയ്യാം? തിരിച്ച് അവർക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് സബ്സ്ട്രേറ്റും എൻസൈമും തന്നെയായിട്ട് മാറാനും പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ട്. ഇവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് നടക്കും. ട്രാൻസിഷൻ നടന്നിട്ട് എന്താവും? എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് അത് മാറും. സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താവും? അവസാനം എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എൻസൈം പ്ലസ് പ്രൊഡക്റ്റ് ഡിഫറെന്റ് ആവും. ഓക്കെ, ആക്ടിവേഷൻ എനർജി ഇതിന്റെ ആയിരുന്നില്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അല്ലേ? ഓക്കെ, അപ്പൊ എന്താ ആക്ടിവേഷൻ എനർജി? എന്താണ് എനർജി ഒക്കെ എന്താണ്? ടെമ്പറേച്ചർ എനർജി ഒക്കെ. ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ അതിൽ എന്താണ്, നമ്മളെ y ആക്സിസ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജി അല്ലെ. x ആക്സിസ് എന്ന് പറയുന്നതോ അതിന്റെ എന്താണ് പ്രോഗ്രഷൻ എന്നുള്ളതാണ്. എന്താണ് പ്രോഗ്രസ്? ആ ഒരു റിയാക്ഷന്റെ പ്രോഗ്രസ് ആണ് പറയുന്നത്. അപ്പൊ സബ്സ്ട്രേറ്റിന് എന്തുണ്ട്? ഒരു എനർജി ഉണ്ട് അല്ലെ. സബ്സ്ട്രേറ്റിന് ഓൾറെഡി ഒരു എനർജി ഉണ്ട്. ഓക്കെ, പക്ഷേ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞുള്ള സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആവാൻ എന്ത് ചെയ്യണം? ഏത് സബ്സ്ട്രേറ്റ് ആണെങ്കിലും അത് എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു എനർജി ആവശ്യമാണ്. ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഇതാണ് എന്ത്? ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സബ്സ്ട്രേറ്റിന് ഓൾറെഡി ഒരു എനർജി ഉണ്ട്, പക്ഷെ അവർക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആവുന്ന ഒരു സ്റ്റേറ്റ്, ആ ഒരു സ്റ്റേറ്റിൽ എത്താൻ വേണ്ടിയിട്ട് എന്ത് വേണം? ആ ഒരു പ്രൊഡക്റ്റ് ആവുന്ന ഒരു സമയത്ത് ഒരു എനർജി ആവശ്യമുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, എൻസൈം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം എൻസൈം ഇല്ലാതെ സബ്സ്ട്രേറ്റിന്റെ ആക്ടിവേഷൻ എനർജിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു സബ്സ്ട്രേറ്റിന് ഓൾറെഡി എനർജി ഉള്ള ഒരു സബ്സ്ട്രേറ്റ് ആണ്. അപ്പൊ അതിന് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ അല്ലെ പ്രൊഡക്റ്റ് ആവാൻ എന്ത് വേണം? ഇത്രയും ആക്ടിവേഷൻ എനർജി, അത്രയും എനർജി എന്ത് വേണം? ഓക്കെ, അങ്ങനെയാണ് അത് എന്താവുന്നത്? ആ ട്രാൻസിഷൻ സ്റ്റേറ്റ് കഴിഞ്ഞ് പ്രൊഡക്റ്റ് ആവുന്നത്. ഓക്കെ, ഇനിയിപ്പോ എൻസൈമിന്റെ കൂടെ ആണെങ്കിൽ എൻസൈം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്താനുള്ള ആക്ടിവേഷൻ എനർജി എന്ത് ചെയ്യും? വേണ്ട ആക്ടിവേഷൻ എനർജിനെ അങ്ങ് കുറയ്ക്കും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ ആക്ടിവേഷൻ എനർജിനെ കുറച്ചിട്ട് അവർക്ക് പ്രൊഡക്റ്റ് ആവാനുള്ള അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാനുള്ള ആക്ടിവേഷൻ എനർജി, ആ ഒരു എനർജി ഇതിനെ കുറച്ച് കൊടുക്കുന്നത് ആരാണ്? ഈ എൻസൈംസ് ആണ്. ഇങ്ങനെ ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്?
ഈ പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ റിയാക്ഷന്റെ റേറ്റ് അല്ലെ വേഗത അവര് കൂട്ടുന്നത്. ഓക്കെ. ഓക്കെ ആണോ? ഹലോ. ഓക്കെ മാം. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ സബ്സ്ട്രേറ്റിന് ഓൾറെഡി ഒരു എനർജി ഉണ്ട്, എന്ത് പ്രൊഡക്റ്റിനും ഉണ്ട് ഒരു എനർജി അല്ലെ. ഈ സബ്സ്ട്രേറ്റിന് ഓൾറെഡി ഉണ്ടാവുന്ന സബ്സ്ട്രേറ്റിന്റെയും പ്രൊഡക്റ്റിന്റെയും എനർജിയിൽ എന്തായാലും ഡിഫറൻസ് ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലെ. ഡിഫറൻസ് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഉള്ള സബ്സ്ട്രേറ്റിന്റെ എനർജിനെക്കാട്ടും കുറവാണ് പ്രൊഡക്റ്റിന്റെ എനർജി എങ്കിൽ എന്താണ് കുറവാണെങ്കിൽ എന്താണ് ആ റിയാക്ഷന് പറയാ, അറിയോ? ഈ ഒരു സബ്സ്ട്രേറ്റിന്റെ എനർജി ഓൾറെഡി ഫസ്റ്റ് ഉണ്ടായിരുന്ന സബ്സ്ട്രേറ്റിന്റെ എനർജിനെക്കാട്ടും പ്രൊഡക്റ്റിന്റെ എനർജി കുറവാണ് വരുന്നതെങ്കിൽ, ആ ഒരു എനർജി ലെവൽ കുറവാണ് വരുന്നതെങ്കിൽ എന്താണ് ബാക്കിയുള്ള ആ ഒരു എനർജി ഹീറ്റ് ആയിട്ട് പുറത്തേക്ക് പോവുക, എക്സോതെർമിക് ആയിട്ടാണ് അതിനെ പറയുന്നത്. ഓക്കെ, എക്സോതെർമിക് റിയാക്ഷൻ എന്നാണ് പറയാ. എന്താണ് ബാക്കിയുള്ള ആ ഒരു എനർജി, ആ ഒരു പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവുന്ന എനർജി ഇല്ലേ, അതെന്താണ് ഹീറ്റ് ആയിട്ട് പുറത്തേക്ക് പോവാണ് ചെയ്യുന്നത്. അപ്പൊ എക്സോതെർമിക് ആണ്. ഇനിയിപ്പോ സബ്സ്ട്രേറ്റിന്റെ എനർജി എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ എനർജിനെക്കാട്ടും കുറവാണെങ്കിൽ, ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എനർജി ലെവലിനെക്കാട്ടും മുകളിൽ പ്രൊഡക്റ്റിന്റെ എനർജി സബ്സ്ട്രേറ്റിന്റെ എനർജിനെക്കാട്ടും കൂടുതലാണ് വരുന്നതെങ്കിൽ എന്താണ്, അപ്പൊ നമുക്ക് കൂടുതൽ എനർജി പ്രൊഡക്റ്റിന് വേണം അല്ലെ, സബ്സ്ട്രേറ്റിന് ഓൾറെഡി ഉണ്ടായിരുന്നതിനെക്കാട്ടും കൂടുതൽ എനർജി വേണം. അപ്പൊ ആ ഒരു റിയാക്ഷൻ എന്ത് കൊടുക്കണം, ഒരു എനർജി നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഹീറ്റ് ചെയ്യുക, അങ്ങനെയുള്ളതിൽ എനർജി അതിന് കിട്ടേണ്ടി വരും. ഓക്കെ, അങ്ങനെ എനർജി കൊടുത്ത് അല്ലെ എനർജി വാങ്ങി ആണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ അതിനെന്താണ് പറയാ, എൻഡോതെർമിക് എന്നാണ് പറയാ. എന്താണ് എൻഡോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ എന്നാണ് പറയാ. ഓക്കെ, ഇങ്ങനെ എൻഡോതെർമിക് റിയാക്ഷൻ ആണ് എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഒരു ഡിഫറൻസും ഇല്ലാതെ സബ്സ്ട്രേറ്റിന് പ്രൊഡക്റ്റ് ആവണമെങ്കിൽ എന്ത് വേണം, ഒരു ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എനർജി വേണം. ഓക്കെ, അതെന്തിനാണ്, അതിന് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എന്താവാനാണ്, പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ എന്ത് വേണം, ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എനർജി എന്തായാലും വേണം. സബ്സ്ട്രേറ്റിന്റെ എനർജി പ്രൊഡക്റ്റിന്റെ എനർജിനെക്കാട്ടി കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും വേണം. ഓക്കെ, അപ്പം ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആസ് the minimum amount of extra energy required by a reacting molecule to get converted into product. പ്രൊഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു സബ്സ്ട്രേറ്റിന് ആവശ്യമായിട്ടുള്ള മിനിമം എക്സ്ട്രാ എനർജി, ഒരു മിനിമം എക്സ്ട്രാ എനർജി, ഒരു സബ്സ്ട്രേറ്റിന് ഓൾറെഡി എനർജി ഉണ്ട്, പക്ഷെ അതൊരു മിനിമം എക്സ്ട്രാ എനർജി കൂടി വേണം എന്താവാൻ, ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ അതിന് പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ. അതാണ് എന്ത് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി ആണ് നോക്കുന്നത്. ഇതിന്റെ കുറച്ച് നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് ഓർമ്മയുണ്ടോ? ടെമ്പറേച്ചർ, എനർജി. അതെ, എന്താണ് ടെമ്പറേച്ചർ, pH, പിന്നെ എന്താണ് സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ, ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ എങ്ങനെയാണ്, ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എൻസൈമിന്റെ ആക്ടിവിറ്റീന? ടെമ്പറേച്ചർ. നമുക്ക് ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ, നല്ല ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ എൻസൈം എന്തായിരിക്കും, ചിലപ്പോൾ ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും അവർ നിൽക്കുന്നത്, എൻസൈംസ് നിൽക്കുന്നത്. ഇനി ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആണ് വരുന്നതെങ്കിൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു എൻസൈംസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് അല്ലേ, മിക്കവാറും എന്തായിരിക്കും പ്രോട്ടീൻസ് ആയിരിക്കും അല്ലെ, അവരെന്ത് നടക്കും, ഡീനാച്ചുറേഷൻ നടക്കും. ഈ പ്രോട്ടീൻസിന് ഡീനാച്ചുറേഷൻ നടന്നിട്ട് അവർ നശിച്ചു പോകും. ഓക്കെ, അപ്പം എക്സ്ട്രീം ആയിട്ടുള്ള ലോയും ഹൈയും എന്തിനു പറ്റൂല, എൻസൈംസിന് പറ്റൂല. അപ്പൊ എന്ത് വേണം, ഒരു റേഞ്ചിൽ ഒരു മിനിമം ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ,
ഈ ഒരു കാറ്റലിറ്റിക് പ്രോപ്പർട്ടി എൻസൈംസിന് ചെയ്യാൻ പറ്റുള്ളൂ. എൻസൈം ആക്ടിവിറ്റിനെ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ കൺട്രോൾ അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പിഎച്ചും സെയിം തന്നെയാണ്. എക്സ്ട്രീം ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും ലോ ആയിട്ടുള്ള പിഎച്ചിലോ എന്ത് നടക്കില്ല, ഈ ഒരു എൻസൈം ആക്ടിവിറ്റി നടക്കില്ല. അതിനും എന്ത് വേണം, ഒരു ഒപ്റ്റിമം ആയിട്ടുള്ള ടെമ്പറേച്ചറും വേണം, പിഎച്ചും വേണം. ഓക്കെ, ഈ വേർഡ് ഓർത്ത് വെക്കണേ. ഒപ്റ്റിമം എന്ന് വെച്ചാൽ ഒരു മിനിമം എമൗണ്ടിലുള്ള എന്ത് വേണം, ടെമ്പറേച്ചർ വേണം, പിഎച്ച് വേണം. അതിന്റെ എന്ത് ചെയ്യാൻ പാടില്ല, താഴോട്ടും പോകാൻ പറ്റില്ല, മുകളിലോട്ടും പോകാൻ പറ്റില്ല. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എൻസൈം ആക്ടിവിറ്റി അല്ലെ എൻസൈം കാറ്റലിറ്റിക് പ്രോപ്പർട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല് എന്താ, സ്പെസിഫിക് കെമിക്കൽസ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താ വെച്ചാൽ ബൈൻഡിങ് ഓഫ് സ്പെസിഫിക് കെമിക്കൽസ് ദാറ്റ് റെഗുലേറ്റ് ദ ആക്ടിവിറ്റി. സ്പെസിഫിക് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ശരിക്കും അതിനൊരു നമ്മളൊരു പേര് പറയുന്നുണ്ട്. അത് പേരെന്താന്ന് അറിയോ? ഇങ്ങനെ എൻസൈം ആക്ടിവിറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന ഈ ഒരു കെമിക്കൽസിനെ, സ്പെസിഫിക് ആയിട്ടുള്ള കെമിക്കൽസിനെ എന്തെങ്കിലും പേര് പറഞ്ഞ് വിളിക്കുന്നത് ആയിട്ട് അറിയോ? ഓക്കെ, എൻസൈം ഇൻഹിബിഷൻ എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, എൻസൈം ഇൻഹിബിഷൻ. കാണുന്നില്ല? കാണുന്നില്ല? കാണുന്നില്ലേ? അനക്ക് കാണില്ല, വേറെ അടുത്ത് ചോദിച്ചു നോക്കും. കാണുന്നുണ്ട്. കാണാത്ത ആളുണ്ടെങ്കിൽ ആളെ എക്സിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്യാം ട്ടോ. ഓക്കെ, ബാക്കി എല്ലാവർക്കും കാണുന്നില്ലേ? ആ മാം. ഓക്കെ, അങ്ങനെയുള്ള ചില കെമിക്കൽസ് വഴി നമ്മൾ ഈ ഒരു എൻസൈമാറ്റിക് അല്ലെങ്കിൽ കാറ്റലിറ്റിക് ആക്ടിവിറ്റീനെ നമ്മൾ ഇൻഹിബിറ്റ് അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയുന്നത്, എൻസൈം ഇൻഹിബിഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എൻസൈം ഇൻഹിബിഷൻ. അതെങ്ങനെയാണെന്ന് വെച്ചാല് എൻസൈം ആക്ടിവിറ്റീനെ ഷട്ട് ഓഫ് ചെയ്യാണ് ചെയ്യുക, എൻസൈം ആക്ടിവിറ്റീനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഇൻഹിബിറ്റേഴ്സ് എന്നാണ് പറയുക. എൻസൈം ആക്ടിവിറ്റീനെ ഷട്ട് ഓഫ് ചെയ്യുന്ന ആൾക്കാരെ ഇൻഹിബിറ്റേഴ്സ് എന്നാണ് പറയുക. ആ ഒരു പ്രോസസ്സിനെ എന്താണ്, എൻസൈം ഇൻഹിബിഷൻ എന്നാണ് പറയുക. ഓക്കെ, ഇനിയിപ്പോ ഈ ഒരു പല രീതിയിൽ അവര് ഇൻഹിബിഷൻ നടത്താം അല്ലെ. അതിലൊരു രീതി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ എൻസൈംസും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടാവുമല്ലോ അല്ലെ. ആ ഒരു സബ്സ്ട്രേറ്റിനെ അതിന്റെ പോലെ ഒരു ക്യാരക്ടേഴ്സ് ഉള്ള അല്ലെങ്കിൽ അതിന്റെ റിസംബിൾ ചെയ്യുന്ന, അതിന് ആ ഒരു സബ്സ്ട്രേറ്റിന്റെ സ്ട്രക്ചർ ആയിട്ട് ക്ലോസ്ലി സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഹിബിറ്റേഴ്സ് ഈ ഒരു എൻസൈമിൽ വന്നിട്ട് സബ്സ്ട്രേറ്റിന് പകരം അങ്ങോട്ട് എന്ത് ചെയ്യുക, ബൈൻഡ് ചെയ്യുക. അപ്പൊ സബ്സ്ട്രേറ്റ് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല, ഈ ഒരു എൻസൈമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബോണ്ട് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ബൈൻഡ് ചെയ്യാൻ ഒരു സ്ഥലം ഉണ്ടാവില്ല. എൻസൈമായിട്ട് ആര് ബൈൻഡ് ചെയ്യും, ഈ സബ്സ്ട്രേറ്റ് ആയിട്ട് ക്ലോസ്ലി റിസംബിൾ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഇൻഹിബിറ്റേഴ്സ് വന്ന് ബൈൻഡ് ചെയ്ത് അവിടെ കിടക്കും. ഓക്കെ, അങ്ങനെയുള്ള ഇൻഹിബിറ്റേഴ്സ് ആണെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രക്ചറലി സബ്സ്ട്രേറ്റുമായിട്ട് ക്ലോസ്ലി റിസംബിൾ ചെയ്യുന്ന ഇൻഹിബിറ്റേഴ്സ് ആണെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഇൻഹിബിഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഹിബിറ്റേഴ്സിനെ എന്താ വിളിക്കുന്നത് വെച്ചാൽ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ എന്നാണ് വിളിക്കുന്നത്. എന്താണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ എന്നാണ് വിളിക്കുന്നത്. അവരെന്തായിരിക്കും, ക്ലോസ്ലി റിസംബിൾസ് ദ സബ്സ്ട്രേറ്റ് ആയിട്ട് ക്ലോസ്ലി റിസംബിൾ ആയിരിക്കും, കാണാൻ ഏകദേശം ഒരുപോലെ ഉണ്ടാവും. ഓക്കെ, സ്ട്രക്ചറലി അവർ ഏകദേശം സിമിലർ ആയിരിക്കും. അവരെന്ത് ചെയ്യും, കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആണ് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ എൻസൈംസിനായിട്ട് അവര് ബൈൻഡ് ചെയ്ത് നിൽക്കും, സബ്സ്ട്രേറ്റിനെ ബൈൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല. ഓക്കെ, സബ്സ്ട്രേറ്റിന്റെ അല്ല എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ ആര് ബൈൻഡ് ചെയ്യും, ഈ ഒരു കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ പോയി ബൈൻഡ് ചെയ്ത് നിൽക്കും. അപ്പൊ സബ്സ്ട്രേറ്റ് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സക്സീനിക് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ അതിനെ ആ ഒരു എൻസൈമിനെ എന്ത് ചെയ്യും, മാലോനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് വന്നിട്ട് എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്ത് നിൽക്കും. ഓക്കെ, പക്ഷേ അവിടെ ശരിക്കും ആരായിരുന്നു,
സക്സിനേറ്റ് ആയിരുന്നു വന്ന് ബൈൻഡ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, സക്സിനേറ്റ് ആയിരുന്നു അവിടെ സബ്സ്ട്രേറ്റ്. പക്ഷെ എന്ത് ചെയ്തു, അതിനോട് ക്ലോസ്ലി റിസംബിൾ ആയിട്ടുള്ള എന്താണ് മാലോനേറ്റ് വന്നിട്ട് സക്സിനിക് ഡിഹൈഡ്രോജനേസിനെ അവിടെ ബൈൻഡ് ചെയ്തു നിന്നു. അപ്പൊ ഇനി സക്സിനേറ്റ് വന്നിട്ടും കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ അത് എന്ത് ചെയ്യും, ഇൻഹിബിഷൻ നടത്തും. ഓക്കെ, ഇവരധികം യൂസ് ചെയ്യുന്ന എവിടെയാന്ന് വെച്ചാല് ബാക്ടീരിയൽ പാത്തോജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സിനെ അധികം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നെയിമിംഗ് ആണ്, നമ്മുടെ എൻസൈംസിന്റെ നെയിമിംഗ് ആണ്. ഓക്കെ, അതിനൊരു 5 ക്ലാസ്സസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 5 അല്ല 6 ക്ലാസ്സസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് പറയാവോ നിങ്ങള് ഏതൊക്കെയാണെന്ന്? ഓക്കെ, ഓക്സിഡോ റിഡക്ടേഴ്സസ് ഉണ്ട്, അവരെ ഡിഹൈഡ്രോജനേസസ് എന്നും പറയും. പിന്നെ ഏതൊക്കെയാണ്, ട്രാൻസ്ഫറേസസ് ഉണ്ട്, ഹൈഡ്രോലേസസ് ഉണ്ട്, ലയേസസ് ഉണ്ട്, പിന്നെ ഇതാണ് ഐസോമറേസസ് ഉണ്ട്, ലിഗേസസ് ഉണ്ട്, അല്ലെ? ഏകദേശം കുറെയൊക്കെ നിങ്ങൾക്ക് ആ പേര് നോക്കിയാൽ തന്നെ കിട്ടും. ഓക്സിഡോ റിഡക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? കാറ്റലൈസ് ഓക്സിഡോ റിഡക്ഷൻ ബിറ്റ്വീൻ 2 സബ്സ്ട്രേറ്റ്, 2 സബ്സ്ട്രേറ്റിന്റെ ഇടയിൽ എങ്ങനെയാണ് ഓക്സിഡോ റിഡക്ഷൻ ആണ് നടക്കുന്നത്, അല്ലെ? എങ്ങനെയാണ് ഓക്സിഡോ റിഡക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. ഓക്കെ, സബ്സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ 1 എന്ത് ചെയ്യും, റെഡ്യൂസ്ഡ് ആയിരിക്കും, പ്ലസ് രണ്ടാമത്തേത് എന്താണ്, ഓക്സിഡൈസ്ഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു റിയാക്ഷൻ കഴിയുമ്പോൾ ഇതെന്താണ്, ഫസ്റ്റ് സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ്ഡ് ആവുകയും സെക്കൻഡ് എന്താവും, റെഡ്യൂസ്ഡ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്, ഓക്സിഡോ റിഡക്ഷൻ നടത്തുന്ന ആ ഒരു തരത്തിലുള്ള എൻസൈംസ്, അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസിന് എന്താണ് പറയാ, ഓക്സിഡോ റിഡക്ടേസസ് എന്നാണ് പറയാ. ഓക്കെ, രണ്ടാമത്തെ ഏതാണ്, ട്രാൻസ്ഫറേസസ് ആണ്. അവരെന്താ ചെയ്യുന്നത് വെച്ചാല് ഒരു ഗ്രൂപ്പിന്റെ ട്രാൻസ്ഫർ, ഓക്കെ, ആ ഒരു ട്രാൻസ്ഫറിന്റെ അങ്ങനെയുള്ള റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നവരാണ് എന്ത്, ട്രാൻസ്ഫറേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സബ്സ്ട്രേറ്റ് അതിന് കൂടെ എന്തുണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്, പ്ലസ് എന്തുണ്ട്, ഒരു സെക്കൻഡ് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്. ഓക്കെ, അവരെ ഈ ഒരു റിയാക്ഷൻ കഴിയുമ്പോൾ എന്താണ്, ഒരു ഫസ്റ്റ് സബ്സ്ട്രേറ്റ് പിന്നെ പ്ലസ് സെക്കൻഡ് സബ്സ്ട്രേറ്റിന്റെ കൂടെ ആയി ആര്, ഈ ഒരു ഗ്രൂപ്പ്. ഓക്കെ, ഇങ്ങനെയുള്ള റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതാക്കുന്ന ആൾക്കാർ എന്താ പറയുന്നത്, ട്രാൻസ്ഫറേസസ് എന്നാണ്. ഓക്കെ, ഹൈഡ്രജൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ എന്ത് ചെയ്യാ, ട്രാൻസ്ഫർ ചെയ്യാൻ, അങ്ങനെയുള്ള റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന ആൾക്കാർ ആരാണ്, ട്രാൻസ്ഫറേസസ് ആണ്, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ഇനി ഹൈഡ്രോലൈസിസ്. ഹൈഡ്രോലൈസിസ് എന്ന് വെച്ചാല് ഹൈഡ്രോലൈസിസിന്റെ എന്താണ്, എസ്റ്റർ, ഈതർ, പെപ്റ്റൈഡ്, ഗ്ലൈക്കോസിഡിക് അങ്ങനെയുള്ളൊക്കെ ഇതിന്റെ എന്താണ് ഹൈഡ്രോലൈസിസ്, ആ ഒരു പ്രോസസ്സിന്റെ എന്താണ്, ആ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നവരാണ് ആര്, ഹൈഡ്രോലൈസിസ് എന്ന് പറയുന്നത്. ഹൈഡ്രോലൈസിസ് പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നത്, കാറ്റലൈസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണ്, എസ്റ്റർ ബോൺസ്, ഈതർ, പെപ്റ്റൈഡ്സിന്റെ ഇടയിൽ, ഗ്ലൈക്കോസിഡിക് അങ്ങനെയുള്ള ബോൺസിന്റെ ഇതിന്റെ ഒക്കെ ഇടയിലാണ് എന്തുണ്ടാകുന്നത്, ഈ ഒരു ഹൈഡ്രോലിസിസ് നടക്കുന്നത്. ഓക്കെ, അതിനെ കാറ്റലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു ഹൈഡ്രോലൈസിസ്. ലയേസിസ് എന്താണ്, ഹൈഡ്രോലൈസിസ് അല്ലാതെ എന്താണ്, ഡബിൾ ബോൺസ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഏതെങ്കിലുമൊക്കെ അതിനെ എന്ത് ചെയ്യും, ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യും. പക്ഷെ എന്ത് ചെയ്യില്ല, വേറൊരു ഗ്രൂപ്പുമായിട്ട് ചേർക്കല്ല അവർ ചെയ്യുന്നത്. അവരെന്താണ് ചെയ്യുന്നത്, ഡബിൾ ബോൺസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഗ്രൂപ്പിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, ഹൈഡ്രോലൈസിസ് എന്തായിരുന്നു, എസ്റ്റർ, ഈതർ അതിന്റെ ഇടയിലൊക്കെ ഉള്ള എന്ത്, ആ ഒരു ഹൈഡ്രോലൈസിസ് പ്രോസസ്സിനെ ഇതാക്കുന്നതാണ് എന്ത്, ഹൈഡ്രോലൈസിസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഹൈഡ്രോലൈസിസ് അല്ലാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ എന്താണ് ഗ്രൂപ്പ്സിനെ എന്ത് ചെയ്യാ, റിമൂവ് ചെയ്യാ, ഏതെങ്കിലും ഒരു ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാ. എങ്ങനെ, വേറൊരു സബ്സ്ട്രേറ്റിലേക്ക് ആവണമെന്നൊന്നുമില്ല. എന്താണ്, അവർക്കിടയിൽ എന്തുണ്ടാവും, ഡബിൾ ബോൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതാണ് ലയേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തുണ്ടായി, ഇങ്ങനെ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടായിരുന്നു. അതിനെന്താക്കി, ഈ എക്സും വൈയും അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് എന്താക്കി, ഡബിൾ ബോൺസ് സി ആയി. ഓക്കെ, ഇങ്ങനെ ഡബിൾ ബോൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സബ്സ്ട്രേറ്റിനെ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യുക, ചില ഭാഗങ്ങൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്ത് കളയാം. അതാണ് എന്ത്, ലയേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐസോമറൈസസ് എന്ന് പറഞ്ഞാല് അത് ഒപ്റ്റിക്കലായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ഐസോമേഴ്സിനെ എന്താണ് ഒപ്റ്റിക്കൽ ഒരു എന്താണ് റൈറ്റ് ഹാൻഡഡ് ലെഫ്റ്റ് ഹാൻഡഡ് എന്നൊക്കെ പറയുന്നില്ലേ. ഓക്കെ, അതിന്റെ കൺവേർഷൻ ആണ് നടക്കുന്നത് ഐസോമറൈസേഷൻ എന്ന് പറയുമ്പോൾ. ഇപ്പം അത് ലെഫ്റ്റ് ഹാൻഡഡ് ആ ഒരു ഇതിലാണ് നിൽക്കുന്നെങ്കിൽ അതിനെന്ത് ചെയ്യും, ഒരു റൈറ്റ് ഹാൻഡഡ് ഇതിലേക്കാക്കി മാറ്റും. ഓക്കെ, ഐസോമറൈസ് ചെയ്യും. ഓക്കെ, ഐസോമേഴ്സിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ ഒരു റിയാക്ഷനിൽ ഈ ഒരു ഭാഗത്തേക്കാണ് എച്ച് OH ഉള്ളതെങ്കിൽ, ഇങ്ങനെ കേട്ടോ, കൃത്യമായിട്ട് ഞാൻ നോക്കുന്നില്ലേ, ജസ്റ്റ് ഒന്ന് പറയാണ്. എന്ത് ചെയ്യും, ഇതിനെ എന്ത് ചെയ്യും, ആയിട്ട് ഇത് കറക്റ്റ് അല്ല കേട്ടോ, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. എന്താണ്, ഈ ഒരു ഭാഗത്തേക്കായിരുന്നു ഈ എച്ച് ഉണ്ടായിരുന്നത്, ഇവിടേക്കായിരുന്നു OH ഉണ്ടായിരുന്നത്. ഇതിനെ ഈ OH ഇങ്ങോട്ടായി ഇങ്ങോട്ടായി. അപ്പൊ എന്താക്കും, ഐസോമറൈസ് ഉണ്ടാക്കും. അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. ഐസോമേഴ്സിനെ ഉണ്ടാക്കുന്ന ആ ഒരു ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കൺവേർഷൻ നടത്തുന്ന ആൾക്കാരാണ് ആര്, ഐസോമറൈസസ് എന്ന് പറയുന്ന ആൾക്കാർ. ഓക്കെ, ലിഗേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് കോമ്പൗണ്ട്സിനെ, ലിഗേസസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാലോ എന്ത്, ലിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ രണ്ട് കോമ്പൗണ്ട്സിന് എന്ത് ചെയ്യാണ് അവർ ചെയ്യുന്നത്, ലിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് കോമ്പൗണ്ട്സിന് എന്ത് ചെയ്യും, അവര് ജോയിൻ ചെയ്ത് വെക്കും. അതാണ് എന്ത് ചെയ്യുന്നത്, ലിഗേസസ് ചെയ്യുന്നത്. ഇനി ഇതിൽ അവസാനത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്, കോഫാക്ടേഴ്സ് എന്നാണ്. എൻസൈംസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ എൻസൈംസ് ഉണ്ട്. സിമ്പിൾ എൻസൈംസ് എന്ന് പറയുമ്പോൾ അതിൽ എന്ത് മാത്രമേ ഉള്ളൂ, പ്രോട്ടീൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ കോൺജുഗേറ്റഡ് എൻസൈംസ് എന്ന് പറഞ്ഞ ഒരു എൻസൈംസ് ഉണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ചാല് എന്താണ്, ഒരു പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ കോഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ടാവും. ഒരു പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവും, കോഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവും. ഈ ഒരു പ്രോട്ടീൻ പാർട്ടിന് എന്താ പറയാ, അപ്പോ എൻസൈം എന്നാണ് പറയാ. അപ്പോ എൻസൈം എന്നാണ് പറയാ. ഇനി ഇതെല്ലാം കൂടി കോഫാക്ടറും അപ്പോ എൻസൈമും കൂടിയിട്ട് എന്താണ് പറയാ, ഹോളോ എൻസൈം എന്നാണ് പറയാ. എന്താണ് പറയാ, ഹോളോ എൻസൈം എന്നാണ് പറയാ. ഈ ഒരു കോഫാക്ടർ ഇല്ലാണ്ട് വെറുതെ ഈ ഒരു പ്രോട്ടീൻ പാർട്ട് മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് എന്താണ്, ഇനാക്റ്റീവ് ആണ്. ആ എൻസൈം അല്ലെങ്കിൽ ആ ഒരു ഇതിന് എന്തില്ല, കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഒന്നും ചെയ്യാനുള്ള ഒരു കഴിവില്ല, അത് ഇനാക്റ്റീവ് ആയിരിക്കും. പക്ഷെ കോഫാക്ടർ കൂടിയാൽ മാത്രമേ എന്തുണ്ടുള്ളൂ, അതിന് ആക്റ്റീവ് ആയിട്ട് ഒരു കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഇതൊക്കെ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് കാറ്റലിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള എൻസൈം ആയിട്ട് മാറുന്നത്. ഇപ്പൊ കോൺജുഗേറ്റഡ് എൻസൈംസ് ഉണ്ട്. കോൺജുഗേറ്റഡ് എൻസൈംസ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് പാർട്ടാണ് മെയിൻ ആയിട്ടുള്ളത്. ഒരു പ്രോട്ടീൻ പാർട്ടും ഉണ്ടാവും, ഒരു നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള പാർട്ടും ഉണ്ടാവും. പ്രോട്ടീൻ പാർട്ട് എന്ന് പറയുന്നത് അപ്പോ എൻസൈം ആയിരിക്കും. നോൺ പ്രോട്ടീൻ പാർട്ട് എന്ന് പറയുന്നത് കോഫാക്ടർ ആണ്. ഓക്കെ, ഈ ഒരു അപ്പോ എൻസൈമും കോഫാക്ടറും കൂടിയിട്ടുള്ളതിനെ ഹോളോ എൻസൈം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു കോഫാക്ടർ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഒരു പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, ഒരു കോ എൻസൈം, മെറ്റൽ അയോൺസ്, ഇത്രയാണ് എന്തിൽ വരുന്നത്, കോഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിൽ വരുന്നത്. ഓക്കെ, പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഓർഗാനിക് ആയിരിക്കും,
ടൈറ്റ്ലി ബൗണ്ട് ടു ദ അപ്പോ എൻസൈം. അപ്പോ എൻസൈമായിട്ട് എന്തായിരിക്കും ടൈറ്റ്ലി ബൗണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. പെറോക്സിഡേസിന്റെ എന്താണ് പെറോക്സിഡേസിന്റെ ഇത് എന്താണ് ഹീം എന്ന് പറയുന്നതാണ് അതിന്റെ എന്ത് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കാറ്റലീസിന്റെയും പെറോക്സിഡേസിന്റെയും പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ് ഹീം എന്ന് പറയുന്നതാണ്. ഓക്കെ, കോഎൻസൈം എന്ന് പറയുന്നത് എന്താണ് ഒരു ഓർഗാനിക് ആയിട്ടുള്ള പാർട്ട് തന്നെയാണ്. ഓക്കെ, ലൂസ്ലി ബൗണ്ട് ആയിരിക്കും. അപ്പോ എൻസൈമുമായിട്ട് എന്തായിരിക്കും ലൂസ്ലി ബൗണ്ട് ആയിരിക്കും. അതിന് എന്താണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NAD, NADP എന്നൊക്കെ പറയുന്നത് എന്താണ് അതിന് എക്സാമ്പിൾ ആണ്. Okay. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് മെറ്റൽ അയോൺസ് ആണ്. ഓക്കെ, മെറ്റൽ അയോൺസ് ആണ്. അവരെന്താ ചെയ്യുന്നത് വെച്ചാല് കോർഡിനേഷൻ ബോണ്ട് ഉണ്ടാക്കും വിത്ത് ആക്റ്റീവ് സൈറ്റുമായിട്ട് കോർഡിനേഷൻ ബോണ്ട് ഉണ്ടാക്കിയിട്ട് ഓക്കെ ആക്റ്റീവ് സൈറ്റുമായിട്ട് ഉണ്ടാക്കും. അതുപോലെ തന്നെ എങ്ങനെ ഉണ്ടാക്കും സബ്സ്ട്രേറ്റുമായിട്ടും ആക്റ്റീവ് സൈറ്റുമായിട്ടും സബ്സ്ട്രേറ്റുമായിട്ടും എന്താണ് കോർഡിനേഷൻ ബോണ്ട് ഉണ്ടാക്കുന്നവര് ആരാണ് മെറ്റൽ അയോൺസ് ആണ്. അതിന് എക്സാമ്പിൾ ആണെങ്കിൽ സിങ്ക്. ഓക്കെ, കാർബോക്സി പെപ്റ്റിഡേസിൽ സിങ്ക് ആണ് എന്ത് മെറ്റൽ അയോൺസ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, എന്നാ ഇതൊന്ന് പറഞ്ഞേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നോട്ട് സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ് ഇൻ പ്ലാന്റ്സ്? ഇതിൽ സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ് അല്ലാത്തത് ആരൊക്കെയാ? ആരൊക്കെയാ? അമിനോ ആസിഡും ഗ്ലൂക്കോസും. ആ, അമിനോ ആസിഡും ഗ്ലൂക്കോസും ആണ്. Okay. The chitinous exoskeleton of arthropods is formed by the polymerization of ഏതാണ് ഏതാണ് ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ. എന്തെങ്കിലും പറ. ഇതിൽ ഏതായിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഏതായിരുന്നു? N-acetyl glucosamine അല്ലായിരുന്നോ? Okay. Which one of the following is the more? Oh, okay. Correct.
നിങ്ങൾ ഈ ചാപ്റ്റർ നോക്കുമ്പല്ലേ എന്ത് ചെയ്യാൻ അറിയോ? ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇതൊക്കെ ഏകദേശം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇതിൽ നിന്നൊക്കെയാണ് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരിക ഇതില്. ഓക്കെ, ഈ പാർട്ട് ഇത് ഓർമ്മ ഉണ്ടായിരുന്നോ? ഇത് എങ്ങനെ ചോദിക്കുക ക്വസ്റ്റ്യൻസ്? ഇപ്പൊ ഇതിൽ നിന്നാണെങ്കിൽ നമ്മുടെ ഹൈഡ്രജനും കാർബണും നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിലാണ് എന്തുണ്ടാവുന്നത്? നോൺ ലിവിങ് ആയിട്ടുള്ളതിനെക്കാട്ടും കൂടുതൽ ഉണ്ടാവുന്നത് അല്ലേ? അപ്പം നിങ്ങളോട് ചോദിച്ചാല് നോൺ ലിവിങ് ഉള്ളതിനെക്കാട്ടും കൂടുതലായിട്ട് ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ ലിവിങ് ആയിട്ടുള്ളതിൽ കൂടുതൽ കാണുന്നത് എന്ന് പറഞ്ഞ് ഓപ്ഷൻസ് ചോദിച്ചാ നിങ്ങൾ അതിൽ ഏതാ സെലക്ട് ചെയ്യുക? ഹൈഡ്രജൻ. കാർബൺ, ഓക്സിജൻ, ഈ മൂന്നെണ്ണമാണ് ശരിക്കും ഏറ്റവും കൂടുതൽ എന്തിൽ കാണുന്നത്? ലിവിങ് ആയിട്ടുള്ളതിൽ കാണുന്നത്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഹൈഡ്രജനും കാർബണും ആണ് എന്ത്? നോൺ ലിവിങ് ആയിട്ടുള്ളതിനെക്കാട്ടും കൂടുതൽ നമ്മളെ ലിവിങ് ആയിട്ടുള്ളതിൽ കാണുന്നത്. പിന്നെന്ന് വെച്ചാല് നൈട്രജൻ നോക്കിയേ, നൈട്രജൻ എന്ന് പറയുന്നത് നോൺ ലിവിങ് ആയിട്ടുള്ളതിൽ ഭയങ്കര കുറച്ചേ ഉള്ളൂ, പക്ഷെ ലിവിങ് ആയിട്ടുള്ളതിൽ അത്യാവശ്യം ഉണ്ട്, പ്രസന്റ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിനെക്കാട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ്? സിലിക്കൺ. ഏത് എലമെന്റ് ആണ് നമ്മുടെ നോൺ ലിവിങ്ങിന് കൂടുതലും പക്ഷെ നമ്മുടെ ലിവിങ് ആയിട്ടുള്ളതിൽ നെഗ്ലിജിബിൾ എമൗണ്ട് ആയിട്ട് കാണുന്നത് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? എന്താണ്? സിലിക്കൺ ആണ്. ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? യെസ് മാം. ഓക്കെ, അപ്പൊ അതേതാണ്? സിലിക്കൺ ആണ്. ബാക്കിയുള്ളതിനെക്കാട്ട് എന്താണ് ഇത് ഈ സിലിക്കണും ഈ ഒരു രണ്ടെണ്ണം എന്ത് ചെയ്യാ? എന്തായാലും ഒന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എന്താണ്? സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ഇതൊക്കെ വാട്ടർ കോമ്പൗണ്ട്സ്, ഇതൊക്കെയാണ് എന്ത്? ഇനോർഗാനിക് ആയിട്ട് കാണുന്നത്. പക്ഷെ അതിനെക്കാട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി മെറ്റബോളൈറ്റ്സും സെക്കൻഡറി മെറ്റബോളൈറ്റ്സും, എന്തായാലും ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ എന്തായാലും നോക്കി വെക്കുക. ഓക്കെ, ഇവിടെ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അല്ലെ, ഇതിൽ ഏതാണ് എന്താണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇല്ലാത്തത് അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇത് എന്തായാലും ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാവോ എന്നാല്? എന്ത് പറയണ്ടേ? എന്ന് വെച്ചാല് ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുമ്പോൾ പിഗ്മെന്റ്സിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? കരോട്ടിനോയിഡ്സും ആന്തോസയാനിൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആൽക്കലോയിഡ്സ് എന്ന് പറയുമ്പം ജസ്റ്റ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ഇത് എന്തായാലും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്, കൂടുതൽ അങ്ങനെ വന്ന് കണ്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ അമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷനിൽ ഓക്കെ, ഈ ഒരു എന്താണ് നമ്മള് ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രൂപ്പ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് അല്ലെ? എന്താണ്? ഈ ഒരു ഗ്രൂപ്പ്, വാരിയബിൾ ഗ്രൂപ്പിന് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഈ ഒരു വാരിയബിൾ ഗ്രൂപ്പ് എച്ച് ആവുമ്പോൾ അതിന് എന്താണ് പറയുന്നത്? ഗ്ലൈസിൻ എന്നാണ് പറയുന്നത്. ആ ഒരു വാരിയബിൾ ഗ്രൂപ്പ് എച്ച് ആവുമ്പോൾ ഗ്ലൈസിൻ എന്നാണ് പറയുന്നത്. വാരിയബിൾ ഗ്രൂപ്പ് CH3 അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ് ആവുമ്പോൾ എന്താണ് പറയുന്നത്? എലാനിൻ എന്നാണ് പറയുന്നത്. CH2OH ആവുമ്പോൾ എന്താണ് പറയുന്നത്? സ്റ്റെറൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ആ അമിനോ ആസിഡിന്റെ പേരാണ്. ഓക്കെ, പിന്നെ ഈ ഭാഗം എന്തായാലും ഒന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ, എന്താണ്? അസിഡിക്, ബേസിക്, ന്യൂട്രൽ, പിന്നെ എന്തുണ്ട്? അരോമാറ്റിക് ഉണ്ട്, സൾഫർ കണ്ടെയ്നിങ് ഉണ്ട്.
ഓക്കെ, അപ്പൊ അസിഡിക് ഏതൊക്കെയായിരുന്നു? glutamaster, ആ, ഗ്ലൂട്ടാമിക് ആസിഡ്, അസ്പാർട്ടിക് ആസിഡ് അസിഡിക് ആണ്. ബേസിക് ഏതാണ്? lysine, ലൈസീൻ ആണ്. ന്യൂട്രൽ ഏതാണ്? വാലിൻ ആണ്. അല്ലെങ്കിൽ അല്ലേ? yes ma'am, ആരോമാറ്റിക് ഏതൊക്കെയാണ്? triosine, phenylalanine, tryptophan, ഓക്കെ, സൾഫർ കണ്ടെയ്നിങ്ങോ? സിസ്റ്റീൻ ആണ്. പിന്നെ എസെൻഷ്യലും നോൺ എസെൻഷ്യലും ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ? പിന്നെ സിറ്റർ അയോണിന്റെ ഫോമും അറിയുന്നതല്ലേ? സിറ്റർ അയോൺ എന്താണെന്ന് അറിയുന്നതല്ലേ? yes ma'am, എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? എന്ന് വെച്ചാല് ഡിഫറെന്റ് പി എച്ച് ആവുമ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നുണ്ട്? അയോൺസ് ഉണ്ടാവുന്നില്ലേ? എന്താണ്? എന്തെങ്കിലും ഒന്ന് പറ. അസിഡിക് അല്ലെങ്കിൽ Positive. ബേസിക് ആയിട്ടുള്ള അയോൺസ് ഉണ്ടാവും അല്ലെ? അസിഡിക് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ളത് ഉണ്ടാവും അല്ലെ? ഒരു ഐസോ ഇലക്ട്രിക് പോയിന്റ് എത്തുമ്പോ, ഒരു ഐസോ ഇലക്ട്രിക് പോയിന്റില് ഒരു പെർട്ടിക്കുലർ പി എച്ചില് അവരെന്താണ് ഈ ഒരു അസിഡിക്കും ബേസിക്കും ഒരേ ഫോമിൽ കാണിക്കും അല്ലെ? ഇതാ, നെഗറ്റീവും പോസിറ്റീവും ഒരേ ഇതിൽ കാണിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? സിറ്റർ അയോൺ എന്ന് പറയുന്നത് അല്ലെ? ഇവരിങ്ങനെ ഈ ഫോം ഇതാ ഇവിടെ നിങ്ങോട്ടും ഇവിടെ നിങ്ങോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഇടയിൽ ഒരു ഐസോ ഇലക്ട്രിക് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് പി എച്ച് ആവുമ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ രണ്ട് അയോണിക് ഫോം എന്ത് ചെയ്യും? ഒരേ സ്ട്രക്ചറിൽ കാണിക്കും. അതാണ് എന്ത് സിറ്റർ അയോൺ എന്ന് പറയുന്നത്. കൊളാജൻ ആണ് എന്താണ് മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ എന്താണ്? ബയോസ്ഫിയറിലുള്ള ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് ഏതാണ്? റിബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ആണ്. ഓക്സിജനേസ് റുബിസ്കോ എന്ന് പറയുന്നത് റുബിസ്കോ ആണ്. ഓക്കെ, മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ എന്താണ് ഈ ബയോസ്ഫിയറിലുള്ള. പിന്നെ ഇതിന്റെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടർണറി സ്ട്രക്ചർ അറിയില്ലേ? പ്രൈമറി എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയാണ്. സെക്കൻഡറി എന്ന് പറയുമ്പോ എന്താവും? ഇങ്ങനെയാവും. ടെർഷ്യറി എന്ന് പറയുമ്പോ കുറച്ചുകൂടി എന്താവും? ഒരു വുളൻ ബോൾ പോലെ, ഒരു ഹോളോ വുളൻ ബോൾ പോലെ അതിങ്ങനെ ചുരുണ്ടുകൂടി നിൽക്കും. ഇനി ക്വാട്ടർണറി എന്ന് പറയുമ്പോ എന്താവും? ഭയങ്കര ഇതിൽ അതെന്താവും? ഇങ്ങനെ ചുരുണ്ട് പോയിട്ടുണ്ടാവും. നമ്മളെ അധിക എന്താണ് ബയോളജിക്കൽ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്ന പ്രോട്ടീൻസിന് എന്തായിരിക്കും? ടെർഷ്യറി സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ക്വാട്ടർണറി സ്ട്രക്ചർ ഉള്ളതിന് എക്സാമ്പിൾ പറയാനാണെങ്കിൽ എന്താണ്? ഹീമോഗ്ലോബിൻ ആണ്. പിന്നെന്താ? പ്രോട്ടീനും അതിന്റെ ഫങ്ഷൻസും. ഓക്കെ, ഓക്കെ ആണോ? Okay ആണ് ma'am. ഓക്കെ, എന്നാ ഞാൻ നെക്സ്റ്റ് ചാപ്റ്ററിൽ കടക്കട്ടെ. Yes ma'am. ഓക്കെ, നിങ്ങൾക്ക് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എന്തുണ്ടാവും എന്നറിയോ? ടെസ്റ്റ് ഉണ്ടാവും ട്ടോ. Chapters അറിയാം.
ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഫസ്റ്റ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എടുത്തുള്ള ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. പിന്നെ ഫ്രോഗും കോക്രോച്ചും ഉണ്ടാവും. ഓക്കെ, സ്ട്രക്ചറിൽ നമ്മൾ അത് ആ ഒരു ക്വസ്റ്റ്യൻസ് അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ആ പോർഷന്. അപ്പൊ അത് നമ്മൾ ടെസ്റ്റിൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അന്ന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം അത് എന്ത് ചെയ്യും, ഈ ടെസ്റ്റിൽ ഇടും. ബാക്കി ഇങ്ങോട്ട് എടുത്തിട്ടുള്ള എന്തുണ്ട് ചാപ്റ്റേഴ്സ് ഒക്കെ ടെസ്റ്റിൽ ഉണ്ടാവും. പിന്നെ ഈ ഞായറാഴ്ച നിങ്ങൾക്ക് എന്തുണ്ടാവും, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോട്ടെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ എവിടെ എത്തി? ഹ്യൂമൻ ഫിസിയോളജി ആ ഒരു ഭാഗത്തെത്തി. ഹ്യൂമൻ ഫിസിയോളജി ഭാഗത്തു നിന്നാണ് എന്ത് വരുന്നത്? ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് അല്ലെ? നല്ലൊരു പാർട്ട് എവിടുന്നാ വരുന്നത്? ഹ്യൂമൻ ഫിസിയോളജി എന്നാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ എന്തായാലും ഏകദേശം ഒരു 2 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, മുമ്പത്തൊക്കെ വർഷം നോക്കുകയാണെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻ വെയിറ്റേജ്, അത്രയും വെയിറ്റേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിനുണ്ട്. അപ്പൊ ചിലപ്പോൾ ഈ വർഷം അത് കൂടാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ബ്രീത്തിങ് എന്താണെന്ന് അറിയണം അല്ലെ? അപ്പം എന്താണ് ബ്രീത്തിങ്? എന്താണ് ബ്രീത്തിങ്? ഹലോ, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ, ഇവിടെ ഉണ്ടോ ആരെങ്കിലും? എന്തായാലും ഞാൻ തന്നെ പറയാൻ പോവാണ് കേട്ടോ. ബ്രീത്തിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓക്സിജനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇതാക്കുകയാണ്. അതുപോലെ തന്നെ CO2നെ നമ്മുടെ ഉള്ളിലുള്ള ടിഷ്യൂല് അവിടെ ഒക്കെ ഉണ്ടാവുന്ന CO2നെ എന്ത് ചെയ്യാണ്, അറ്റ്മോസ്ഫിയറിലേക്ക് കൊടുക്കുകയും ചെയ്യാണ്. ആ ഒരു എക്സ്ചേഞ്ച് ആണ് എന്ത് പറയുന്നത്, ബ്രീത്തിങ് എന്ന് പറയുന്നത് അല്ലെ? ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് O2 ഫ്രം the atmosphere with the CO2 produced by the cells is called the breathing. അല്ലെങ്കിൽ അതിനെ commonly എന്താണ് പറയുന്നത്, respiration എന്നാണ് പറയുന്നത് അല്ലെ? ഇനിയിപ്പോ നമ്മള് കോമൺ ആയിട്ട് കുറച്ച് ഓർഗാനിസംസ്, അതിന്റെ കോമൺ ആയിട്ടുള്ള റെസ്പിറേറ്ററി ഓർഗൻ എങ്ങനെയാണ് അവരുടെ റെസ്പിറേഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാല് സ്പോഞ്ചസ്, സീലൻഡ്രേറ്റ് പ്ലാറ്റ്ഫോംസ്, പ്ലാറ്റ്ഫോംസ് ഇവരൊക്കെ എങ്ങനെയാണ് അവരുടെ CO2 O2 അവരുടെ ഫുൾ ബോഡിയിലൂടെ ഡിഫ്യൂഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, എൻറ്റയർ ബോഡി സർഫസിലൂടെ ഡിഫ്യൂഷൻ വഴിയാണ് അവരെന്ത് ചെയ്യുന്നത്, റെസ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഡിഫ്യൂഷൻ വഴിയാണ്, സിമ്പിൾ ഡിഫ്യൂഷൻ വഴി അവരുടെ എൻറ്റയർ എന്താണ് ആ ഒരു സ്കിൻ സർഫസ്, എൻറ്റയർ ബോഡി സർഫസിലൂടെ എന്ത് ചെയ്യുന്നു, അവര് റെസ്പയർ ചെയ്യുന്നു. ഇനി നമ്മൾ എർത്ത് വേംസിനെ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്താണുള്ളത്, മോയിസ്റ്റ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, മോയിസ്റ്റ് ആയിട്ടുള്ള എന്തുണ്ട്, ക്യൂട്ടിക്കിൾ ഉണ്ട്. അവരെന്താണ് ചെയ്യുന്നത്, മോയിസ്റ്റ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റെസ്പിറേഷൻ നടത്തുന്നത്. ഓക്കെ, പിന്നെ ഇൻസെക്ട് നോക്കുകയാണെങ്കിൽ, ഇൻസെക്റ്റിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ട്, ട്രക്കിയൽ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ട്രക്കിയ ആണ് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ, ട്രക്കിയൽ സിസ്റ്റം ആണ് അവർക്കുള്ളത്. അക്വാട്ടിക് ആർത്രോപോഡ്സ്, പിന്നെ മോളൂസ്ക്സ്, ഫിഷ്, അക്വാട്ടിക് ആർത്രോപോഡ്സ്, മോളൂസ്ക്, ഫിഷ് ഇവരൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താണുള്ളത്, ഗിൽസ് ആണുള്ളത്.
അങ്ങനെയുള്ള റെസ്പിറേഷനെ പറയുന്ന പേരെന്താണ്? ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്നാണ് പറയുന്നത്. എന്താണ്? അവർക്ക് ഗിൽസ് ആണുള്ളത് റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ട്. അങ്ങനെയുള്ള റെസ്പിറേഷൻ എന്താണ് പറയുന്നത്? ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫ്രോഗിനെ എടുത്തു നോക്കിയാൽ ഫ്രോഗിന് എന്തുണ്ട്? പൾമനറി റെസ്പിറേഷനും ഉണ്ട്, അതുപോലെ തന്നെ സ്കിന്നിലൂടെയുള്ള ക്യൂട്ടേനിയസ് റെസ്പിറേഷനും ഉണ്ട് അല്ലെ? പൾമനറി റെസ്പിറേഷനും ഉണ്ട്, അതുപോലെ തന്നെ സ്കിന്നിലൂടെയുള്ള ക്യൂട്ടേനിയസ് ആയിട്ടുള്ള റെസ്പിറേഷനും ഉണ്ട്. ഓക്കെ, സ്കിന്നിലൂടെയുള്ള റെസ്പിറേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോമൺ ആയിട്ട് എന്ത് പറയുന്നുണ്ട്? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സ്കിന്നിലൂടെയുള്ള റെസ്പിറേഷനെ കോമൺ ആയിട്ട് നമ്മൾ എന്താ പറയാ? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നാണ് പറയാ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഹ്യൂമൻ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമുക്ക് എന്താ ഉള്ളത്? ലങ്സ് ആണുള്ളത്. ലങ്സ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഓർഗാനിസംസ് റെസ്പയർ ചെയ്യുന്നതിന് എന്താ പറയാ? പൾമനറി റെസ്പിറേഷൻ എന്നാണ് പറയാ. അവരുടെ റെസ്പിറേഷനെ പൾമനറി റെസ്പിറേഷൻ എന്നാണ് പറയാ. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ ഹ്യൂമന്റെ റെസ്പിറേറ്ററി സിസ്റ്റം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? രണ്ട് തരത്തിലുള്ള പാർട്ട് അതിൽ കാണാൻ പറ്റും. എന്താണ്? ഒന്ന് കണ്ടക്ടിങ് പാർട്ടും ഉണ്ടാവും, പിന്നെ എന്താണ്? ഒരു റെസ്പിറേറ്ററി പാർട്ടും ഉണ്ടാവും. എയർ പാസ് ചെയ്യുന്ന ആ ഒരു വഴി, അതിനെയാണ് എന്ത് പറയുന്നത്? കണ്ടക്ടിങ് പാർട്ട് എന്ന് പറയുന്നത്. ആ ഒരു പാർട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിക് എയറിനെ ആൽവിയോളൈന്റെ ഉള്ളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഫസ്റ്റത്തെ പോയിന്റ്, അറ്റ്മോസ്ഫിയറിക് എയറിനെ ആൽവിയോളൈന്റെ ഉള്ളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? കണ്ടക്ടിങ് പാർട്ട് ആണ്. ഓക്കെ, കണ്ടക്ടിങ് പാർട്ടിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഇതിൽ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ 4 എണ്ണത്തിലും ഏതെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ, എന്താണ്? ട്രാൻസ്പോർട്ട് ദ അറ്റ്മോസ്ഫിയറിക് എയർ into the alveoli, അല്ലെങ്കിൽ clears it from the foreign particles. foreign particles ൽ നിന്ന് എന്ത് ചെയ്യും? ആ foreign particles ഒക്കെ ക്ലിയർ ചെയ്യും. പിന്നെ എന്താണ്? എയറിനെ ഹ്യൂമിഡിഫൈ ചെയ്യും. ഓക്കെ, പിന്നെ ആ എയറിനെ ബോഡി ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരും. ഇതൊക്കെ എന്താണ്? ആ ഒരു കണ്ടക്ടിങ് പാർട്ടിന്റെ ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ അവര് ചെയ്യുന്നതാണ്. അവരാണ് അത് ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മൾ കണ്ടക്ടിങ് പാർട്ട് എന്തൊക്കെയാണ് എന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റേണൽ നോസ്ട്രിൽസ്, നമ്മുടെ എക്സ്റ്റേണൽ നോസ്ട്രിൽസ്, പിന്നെ എന്താണ്? അതിന്റെ ഉള്ളിൽ കൂടി പോകുന്ന നെയ്സൽ പാസേജ്, എക്സ്റ്റേണൽ നോസ്ട്രിൽസിന്റെ ഉള്ളിൽ കൂടി എവിടെ എത്തി? നെയ്സൽ പാസേജിൽ എത്തി. എന്നിട്ട് എവിടെ എത്തി? നെയ്സൽ ചേംബറിൽ എത്തി. പിന്നെ എന്താണ്? നെയ്സോഫാരിങ്സ് എന്ന് പറയും. ഫാരിങ്സിൽ നിന്ന് എവിടെ എത്തും? ലാരിങ്സ് എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട് ബോക്സ് ആണ്. ലാരിങ്സിൽ എത്തി. പിന്നെ എവിടേക്കാണ്? ട്രക്കിയയിലേക്ക്. ട്രക്കിയയിൽ നിന്ന് എവിടേക്കാണ്? പ്രൈമറി ബ്രോങ്കായി, ബ്രോങ്കസിലേക്ക് പോകും അല്ലെ? പ്രൈമറി ബ്രോങ്കായി, സെക്കൻഡറി ബ്രോങ്കായി, പിന്നെ ടെർഷ്യറി ബ്രോങ്കായി ഉണ്ടാവും. ആ ഒരു ടെർഷ്യറി ബ്രോങ്കായി കഴിഞ്ഞിട്ട് എന്താണ്? ബ്രോങ്കിയോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് പോകും അല്ലേ? ഓക്കെ, ആ പാസേജ് എങ്ങനെയാണ് വരുന്നത്? എക്സ്റ്റേണൽ നോസ്ട്രിൽസിൽ നിന്ന് നേസൽ പാസേജ്, നേസൽ ചേംബർ, നെയ്സോഫാരിങ്സ്, പിന്നെ ലാരിങ്സ്, ട്രക്കിയ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ബ്രോങ്കായി കഴിഞ്ഞിട്ട് എവിടെ എത്തും? ബ്രോങ്കിയോൾസിൽ എത്തും. ബ്രോങ്കിയോൾസിൽ എത്തിയിട്ട് എന്താണ്? അവസാനം റെസ്പിറേറ്ററി പാർട്ട് എന്ന് പറയുന്ന അവിടെ എന്തുണ്ട്? അവിടെയാണ് ആൽവിയോളായി വരുന്നത്. റെസ്പിറേറ്ററി പാർട്ടിലാണ് എന്ത് വരുന്നത്? ആൽവിയോളൈസ് ഒക്കെ വരുന്നത്. ഇതാണ് അതിന്റെ എന്ത്? ആ ഒരു പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? എക്സ്റ്റേണൽ നോസ്ട്രിൽസിലാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പർ ലിപ്സിന് മുകളിലുള്ള എക്സ്റ്റേണൽ നോസ്ട്രിൽസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നേസൽ ചേംബറിലേക്ക് പോകും. ഓക്കെ, അവിടെ നിന്ന് ഫാരിങ്സിലേക്ക് പോകും. ഫാരിങ്സ് എങ്ങനെയാണ്? പിന്നെ എന്താണ്? ഫാരിങ്സ് ട്രക്കിയയിലേക്ക് ഓപ്പൺ ചെയ്യണം അല്ലെ? അത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ത്രൂ ലാരിങ്സ് ആണ്. ലാരിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീജിയനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഫാരിങ്സ് എവിടേക്ക്? ട്രക്കിയയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ലാരിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പണിങ്ങിലൂടെയാണ്. ലാരിങ്സ് എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട് ബോക്സ് ആണ്. ഫാരിങ്സ് എന്ന് പറയുന്നത് കോമൺ പാസേജ് ആണ്. എന്തിന്റെ? ഫുഡിന്റെയും എയറിന്റെയും കോമൺ പാസേജ് ആണ് എന്ത്? ഫാരിങ്സ് എന്ന് പറയുന്നത്. ഫാരിങ്സ് ഫുഡിന്റെയും എയറിന്റെയും കോമൺ ആയിട്ടുള്ള പാസേജ് ആണ്. ഓക്കെ, ലാരിങ്സിനൊരു എന്തുണ്ട്? ഒരു കവറിംഗ് ഉണ്ട്. ലാരിങ്സിന് ഒരു കവറിംഗ് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അതിന് എന്താണ് പറയുന്നത്? എപ്പിഗ്ലോട്ടിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, എപ്പിഗ്ലോട്ടിസ് എന്നാണ് പറയുന്നത് ആ ഒരു കവറിങ്ങിന്. ഓക്കെ, ലാരിങ്സിന് എന്തിനാണ് ആ ഒരു കവറിങ് കൊടുത്തിട്ടുള്ളത്? നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു ഫുഡ് എന്ത് ചെയ്യരുത്, ഈ ഒരു പാത്വേയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്തു? ലാരിങ്സ് ട്രക്കിയയിലേക്ക് ഓപ്പൺ ചെയ്തു. ട്രക്കിയ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്യൂബ് ആണ്. അത് എവിടം വരെ ഉണ്ട്? മിഡ് തൊറാക്സിക് ക്യാവിറ്റി വരെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എന്താവും? അവിടെ നിന്ന് അത് ഡിവൈഡ് ചെയ്തിട്ട് പ്രൈമറി ബ്രോങ്കായി ആയിട്ട് മാറും. എന്നിട്ട് അവിടെ നിന്ന് ആ പ്രൈമറി ബ്രോങ്കായി വീണ്ടും ഡിവൈഡ് ചെയ്ത് എന്താവും? റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്തിട്ട് സെക്കൻഡറി ടേർഷ്യറി ബ്രോങ്കൈസ് ഒക്കെ ആയി അവസാനം എന്താവും? ബ്രോങ്ക്യൂൾസ് എന്ന് പറഞ്ഞിട്ട് ആയിട്ട് മാറും. ബ്രോങ്ക്യൂൾസ് ആയിട്ട് മാറും. ഓക്കെ, ഈ ട്രക്കിയ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി ബ്രോങ്കായി പിന്നെ ബ്രോങ്ക്യൂൾസിന്റെ ഇനീഷ്യൽ പാർട്സ് ഒക്കെ എന്താണ്? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് റിങ്സ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ്? ട്രക്കിയ, പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി ബ്രോങ്കായും പിന്നെ ബ്രോങ്ക്യൂൾസിന്റെ ആ ഫസ്റ്റ് പാർട്ട് വരെയും എന്താണ്? നമ്മുടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് റിങ്സ് കൊണ്ട് ഒരു സപ്പോർട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ടെർമിനൽ ബ്രോങ്ക്യൂൾസിന്റെ ടെർമിനൽ ആയിട്ട് എന്തുണ്ടാവും? എന്ത് കാണാൻ പറ്റും? ആൽവിയോളായി എന്ന് പറഞ്ഞിട്ടുള്ള വാസ്കുലറൈസ്ഡ് ആയിട്ടുള്ള ബാക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. വാസ്കുലറൈസ്ഡ് ആയിട്ടുള്ള ബാക്ക് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ബ്രോങ്ക്യൂൾസിന്റെ ആയിട്ട് എന്ത് കാണാൻ പറ്റും? ആൽവിയോളൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ആൽവിയോളായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണാൻ പറ്റും. വാസ്കുലറൈസ്ഡ് ബാക്ക് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും അത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു എയർ പാസേജ് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞു. അതെന്താണ്? കണ്ടക്ടിങ് പാർട്ട് ആണ്. ഇതിന് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റെസ്പിറേറ്ററി അല്ലെങ്കിൽ എക്സ്ചേഞ്ചിങ് പാർട്ട് ആണ്. അതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാല് എന്താണ്? ആൽവിയോളയും അതിന്റെ ഡക്ട്സും. ആൽവിയോളയും അതിന്റെ ഡക്ട്സും ആണ് എന്ത്? ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ എക്സ്ചേഞ്ചിങ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ലാരിങ്സ്, ട്രക്കിയ, പിന്നെ ഇതാണ് ആ ഒരു പറഞ്ഞിട്ടുള്ള കാർട്ടിലേജ് റിങ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്തു? ട്രക്കിയ വന്നു, ബ്രോങ്കസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ബ്രോങ്കായി ആയിട്ട് പിന്നെ സെക്കൻഡറി ബ്രോങ്കായി ആയിട്ട് മാറി. അവിടെ നിന്ന് ടേർഷ്യറി ബ്രോങ്കായി ആയിട്ട് മാറും. പിന്നെ എന്താവും? ബ്രോങ്ക്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ ആവും. ബ്രോങ്ക്യൂൾസിന്റെ അറ്റത്ത് എന്താണ് കാണുന്നത്? ആൽവിയോളൈസ് ഇങ്ങനെ കാണുന്നുണ്ട്. ബ്രോങ്ക്യൂൾസിന്റെ അറ്റത്ത് ആൽവിയോളൈസ് കാണും. ഓക്കെ, ഓക്കെ, നമ്മൾ ഇനി എന്താണ്? ലങ്സിനെ പറ്റിയാണ് നോക്കുന്നത്. അപ്പൊ എന്താണ് ലങ്സ് എന്ന് നോക്കുകയാണെങ്കിൽ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ബ്രോങ്ക്യൂൾസ് ആൻഡ് ആൽവിയോളൈന്റെ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഇതെല്ലാം കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് എന്താവുന്നത്? ലങ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ബ്രോങ്ക്യൂൾസ്, ആൽവിയോളൈ, ഇതിന്റെ ഒക്കെ ഒരു നെറ്റ്വർക്ക് പോലെ, ബ്രാഞ്ച് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് പോലെ ഇതെല്ലാം കംപ്രൈസ് ചെയ്തിട്ടാണ് എന്താവുന്നത്? ലങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗൻ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആയിട്ട് മാറുന്നത്. ഈ രണ്ട് ലങ്സ് ഉണ്ട് അല്ലെ? രണ്ട് ലങ്സ് എവിടെയാണ് കാണുന്നത്? തൊറാക്സിക് ചേംബറിലാണ്. സിറ്റുവേറ്റിംഗ് ഇൻ ദ തൊറാക്സിക് ചേംബർ ആൻഡ് റെസ്റ്റ് ഓൺ ഡയഫ്രം. ഡയഫ്രത്തിന്റെ മുകളിലായിട്ട് അതുമേലെ റെസ്റ്റ് ചെയ്യുന്ന പോലെ തൊറാക്സിക് ചേംബറിലാണ് എന്ത് കാണുന്നത്? രണ്ട് ലങ്സും കാണുന്നത്. ലങ്സ് എവിടെയാണ്? തൊറാക്സിക് ചേംബറിൽ ഡയഫ്രത്തിന്റെ മുകളിലായിട്ട്, ഡയഫ്രത്തിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് എന്ത് കാണുന്നത്? രണ്ട് ലങ്സും കാണുന്നത്. ഓക്കെ, ഈ ഒരു തൊറാക്സിക് ചേംബർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? തൊറാക്സിക് ചേംബറിന്റെ ഡോർസലി എന്തായിരിക്കും? വെർട്ടിബ്രൽ കോളം ഉണ്ടാവും. തൊറാക്സിക് ചേംബർ എന്ന് പറയുമ്പോൾ അതിന്റെ ഡോർസൽ സൈഡിലായിട്ട് വെർട്ടിബ്രൽ കോളം ഉണ്ടാവും. പിന്നെ വെൻട്രൽ സൈഡിലായിട്ട് സ്റ്റേർണം ഉണ്ടാവും. ലാറ്ററലി അതിന് റിബ്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അതിന്റെ ലോവർ സൈഡിൽ എന്തുണ്ട്? ഒരു ഡോം ഷേപ്ഡ് ആയിട്ടുള്ള ഡയഫ്രം ഉണ്ട്. ഓക്കെ, തൊറാക്സിക് ചേംബർ എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? അത് തൊറാക്സിക് ചേംബറിന്റെ ഡോർസൽ സൈഡിലായിട്ട് എന്താവും? ഡോർസലി അതിന് വെർട്ടിബ്രൽ കോളം ഉണ്ടാവും.
സ്റ്റേണം, വെൻട്രലി അതിന് സ്റ്റേണം എന്നുള്ള സ്ട്രക്ചർ ഉണ്ടാവും. ലാറ്ററലി സൈഡിലായിട്ട് എന്തുണ്ടാവും, റിബ്സ് ഉണ്ടാവും. റിബ്സ് ഉണ്ടാവും. ഇനി ആ ഒരു ചേംബറിന്റെ താഴെയായിട്ട് ഒരു ലോവർ പോർഷനിലായിട്ട് എന്ത് കാണാൻ പറ്റും, ഡോം ഷേപ്ഡ് ആയിട്ടുള്ള ഡയഫ്രം കാണാൻ പറ്റും. നമ്മുടെ ലങ്സ് ഏകദേശം ഡയഫ്രത്തിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെയാണല്ലോ എന്ന് പറഞ്ഞില്ലേ. അപ്പം ഡയഫ്രം എവിടെയാണ്, ആ ഒരു തൊറാക്സിക് ചേംബറിന്റെ ലോവർ പോർഷനിലായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ലങ്സ് എന്ന് പറയുന്നത് ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള, ലങ്സ് കവർ ചെയ്തിട്ട് ഒരു ഡബിൾ ലെയേർഡ് സ്ട്രക്ചർ കാണുന്നുണ്ട്. അതിനെന്താ പറയുന്നത്, പ്ലൂറ എന്നാണ് പറയുന്നത്. പ്ലൂറ എന്ന് പറഞ്ഞിട്ടുള്ള ഡബിൾ ലെയർ കൊണ്ട് എന്ത് കവർ ചെയ്തിട്ടുണ്ട്, ലെങ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു രണ്ട് എന്താ ഡബിൾ ലെയറിന്റെ ഇടയിൽ എന്ത് കാണുന്നുണ്ട്, ഒരു തിൻ ഫിലിം ഓഫ് പ്ലൂറൽ ഫ്ലൂയിഡ് കാണുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് ഇതിന്റെ ഇടയിൽ എന്ത് കാണുന്നുണ്ട്, പ്ലൂറൽ ഫ്ലൂയിഡ് കാണുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാല് ഭയങ്കര ഫ്രിക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, കുറച്ചൊക്കെ ഫ്രിക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് എന്താണ് ആ ഒരു ഫ്രിക്ഷൻ അതിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് എന്ത് കാണുന്നത്, ഈ രണ്ട് ഡബിൾ ലെയറിന്റെ ഉള്ളില് പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, ലങ്സിനെ കവർ ചെയ്തുകൊണ്ട് ഡബിൾ ലെയർ ഉണ്ട്, അതിനെ എന്താണ് പ്ലൂറ എന്ന് പറയും. അതിന്റെ ഇടയിൽ എന്തുണ്ട്, പ്ലൂറൽ ഫ്ലൂയിഡ് കാണുന്നുണ്ട്. ഫ്രിക്ഷനെ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ റെസ്പിറേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണുള്ളതെന്നാണ് പറയുന്നത്. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് റെസ്പിറേഷന് കാണുന്നത്? ബ്രീത്തിങ് അല്ലെങ്കിൽ പൾമണറി വെന്റിലേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട് അല്ലെ. എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് എയറിന്ന് എന്താണ്, അറ്റ്മോസ്ഫിയറിക് എയർ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുകയും CO2 റിച്ച് ആയിട്ടുള്ള ആൽവിയോളാർ എയർ എന്ത് ചെയ്യും, റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ഫസ്റ്റ് എന്താണ് പൾമണറി വെന്റിലേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ്. പൾമണറി വെന്റിലേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അറ്റ്മോസ്ഫിയറിക് എയർ, ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് എയർ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ആൽവിയോളാർ എയർ എന്ത് ചെയ്യും, പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യും, പാസ് ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തെ വെച്ചാൽ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. O2-ന്റെയും CO2-ന്റെയും ഡിഫ്യൂഷൻ എവിടെ, ആൽവിയോളാർ മെംബ്രെയിനിൽ. ആൽവിയോളാർ മെംബ്രെയിലുള്ള O2-ന്റെയും CO2-ന്റെയും ഡിഫ്യൂഷൻ. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ദ ബ്ലഡ്. ബ്ലഡ് ഈ ഗ്യാസസ് ഒക്കെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഡിഫ്യൂഷൻ ഓഫ് O2 and CO2 ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. ബ്ലഡിന്റെയും ടിഷ്യൂസിന്റെയും ഇടയിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്യാസസിന്റെ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ ഈ O2 എന്താണ്, സെൽസ് യൂട്ടിലൈസ് ചെയ്യുക കാറ്റബോളിക് റിയാക്ഷൻസ് ആൻഡ് റിസൾട്ട് ആയിട്ട് എന്തുണ്ടാവും, CO2 റിലീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, O2 സെൽസ് യൂട്ടിലൈസ് ചെയ്യും, കാറ്റബോളിക് റിയാക്ഷൻസിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, CO2 റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ്, ബ്രീത്തിങ് അല്ലെ പൾമണറി വെന്റിലേഷൻ എന്ന് പറയും. O2 റിച്ച് ആയിട്ടുള്ള എയർ ഉള്ളിലേക്ക് എടുക്കുക, CO2 റിച്ച് ആയിട്ടുള്ള എയർ നമ്മൾ എന്ത് ചെയ്യുക, അൽവിയോളാർ എയർ പുറത്തേക്ക് കളയുക. രണ്ടാമത്തെന്ന് പറയുമ്പോൾ ആൽവിയോളാർ മെംബ്രെയിനിലുള്ള O2 CO2 ഗ്യാസസിന്റെ ഡിഫ്യൂഷൻ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ബ്ലഡിലൂടെയുള്ള ഇവരുടെ ട്രാൻസ്പോർട്ട്, ഗ്യാസസിന്റെ ട്രാൻസ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ടിഷ്യൂലും ബ്ലഡിലുമുള്ള ഈ ഒരു ഗ്യാസസിന്റെ ഡിഫ്യൂഷൻ എങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെൽസ് ഈ O2-നെ യൂട്ടിലൈസ് ചെയ്യുന്നു, CO2-നെ എന്ത് ചെയ്യുന്നു, ഈ ഒരു കാറ്റബോളിക് റിയാക്ഷൻസിന് വേണ്ടിയിട്ട് O2-നെ യൂട്ടിലൈസ് ചെയ്യുകയും ആ റിയാക്ഷന്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് CO2-നെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ മെയിൻ ആയിട്ട് കാണുന്നില്ലേ, അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഗ്യാസസിന്റെ സോലിബിലിറ്റി ആണ്. ഗ്യാസസിന്റെ സോലിബിലിറ്റിയും പിന്നെ ആ ഒരു ഡിഫ്യൂഷൻ ചെയ്യുന്ന ആ ഒരു മെംബ്രെയിന്റെ തിക്നെസ്സും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോലിബിലിറ്റി ഹൈ ആവണമെങ്കിൽ എന്താ വേണം, ഗ്യാസസിന്റെ പാർഷ്യൽ പ്രഷർ എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം. ഓക്കെ, ആ ഗ്യാസസ്, ആ പെർട്ടിക്കുലർ ഗ്യാസ് അവരുടെ ആ വാളില് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ കൊടുക്കുന്ന പ്രഷർ എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാവുമ്പോൾ എന്താണ്, സോലിബിലിറ്റി ഹൈ ആയിരിക്കും. ഓക്കെ, ഹൈ സോലിബിലിറ്റി ആയിരിക്കും അതിന്. പിന്നെ തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ നല്ല തിക്ക് ആയിട്ടുള്ള മെംബ്രെയിനിൽ ഡിഫ്യൂഷൻ നടക്കാനാണോ അല്ലെങ്കിൽ കുറച്ചുകൂടി തിന്നായിട്ടുള്ള മെംബ്രെയിനിൽ കൂടെ ഡിഫ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാസസിന് പാസ് ചെയ്യാനാണോ കുറച്ചുകൂടി ഈസി എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഏതായിരിക്കും, തിന്നായിട്ടുള്ള അങ്ങനെയുള്ള ഇതിലൂടെ ആയിരിക്കും എന്ത്, നമ്മുടെ
ഈ ഒരു ഗ്യാസസിന് എക്സ്ചേഞ്ച് നടത്താൻ കുറച്ചുകൂടി ഈസി ആവുക അല്ലെങ്കിൽ ഡിഫ്യൂഷൻ നടക്കാൻ ഈസി ആവുക. ഓക്കെ, മെക്കാനിസം ഓഫ് ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ ആ ഒരു ബ്രീത്തിങ്ങിൽ ഇൻവോൾവ് ആവുന്ന മസിൽസിനെ പറ്റി നമ്മൾ ആദ്യം അറിയണം. ഏതൊക്കെയാണ്? ഡയഫ്രം ഉണ്ട്, ഇന്റർകോസ്റ്റൽ മസിൽ ഉണ്ട്. ഡയഫ്രം, ഇന്റർകോസ്റ്റൽ മസിൽ, പിന്നെ അബ്ഡോമിനൽ മസിൽ, ഇതൊക്കെ എന്തില് ഇൻവോൾവ് ആവുന്നുണ്ട്? ഈ ഒരു മെക്കാനിസത്തിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് വെച്ചാൽ റിബ്സിന്റെ ഇടയിൽ, നമ്മുടെ റിബ്സിന്റെ ഇടയിൽ കാണുന്ന മസിലിനെയാണ് എന്ത് പറയുന്നത്? ഇന്റർകോസ്റ്റൽ മസിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്രീത്തിങ്ങിന് 2 സ്റ്റേജസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഇൻസ്പിറേഷനും ഉണ്ട്, എക്സ്പിറേഷനും ഉണ്ട്, അല്ലെ? ഓക്കെ, ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോ എന്താണ്? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എയർ ബ്രീത്ത് ചെയ്യും. ആ, അതന്നെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസം എന്താണെന്ന് വെച്ചാല് ഡയഫ്രം എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും. അന്നേരം ആ സമയം എന്ത് ചെയ്യും? ഡയഫ്രം കോൺട്രാക്ട് ചെയ്തു, ഇന്റർകോസ്റ്റൽ മസിൽസും എന്ത് ചെയ്തു? കോൺട്രാക്ട് ചെയ്തു. അപ്പൊ ആ ഒരു മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അവിടെ കുറെ സ്പേസ് വരും അല്ലെ? ആ സ്ഥലത്ത് കുറെ നമ്മുടെ റിബ് കേജും സ്റ്റേർണവും എന്ത് ചെയ്യും? പൊന്തും. റിബ് കേജും സ്റ്റേർണും എന്ത് ചെയ്യും? ഒന്ന് ലിഫ്റ്റ് അപ്പ് ചെയ്യും. അപ്പൊ അവിടെ കുറച്ച് സ്പേസ് ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഈ തൊറാക്സിക് വോളിയം, തൊറാക്സിക് അല്ലെങ്കിൽ ആ ഒരു ലെങ്സ് നിൽക്കുന്ന ആ ഒരു സ്ഥലത്തെ വോളിയം അല്ലേ, അപ്പൊ തൊറാക്സിക് വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, അല്ലെ? അങ്ങനെയാകുമ്പോൾ എന്താവും? ലെങ്സ് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ലെങ്സ് എക്സ്പാൻഡ് ചെയ്ത് അതിന്റെ ആ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ പൾമനറി പ്രഷർ, ലെങ്സിന്റെ ഉള്ളിലുള്ള പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, ലെങ്സിന്റെ ഉള്ളിലുള്ള പ്രഷർ ഡിക്രീസ് ചെയ്യും. അങ്ങനെ പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന വെച്ചാൽ പുറത്തിനെക്കാട്ടും പ്രഷർ കുറഞ്ഞിട്ടുള്ള ഇതാക്കിയിട്ട് എന്ത് ചെയ്യും? അവിടേക്ക് എയർ എൻറ്റർ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് എന്താണ്? നമ്മുടെ ഡയഫ്രം അങ്ങോട്ട് കോൺട്രാക്ട് ചെയ്യും. എന്താണ്? ഡയഫ്രം എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. ഡയഫ്രം കോൺട്രാക്ട് ചെയ്തു, നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസ് ഏതാണ്? റിബ്സിന്റെ ഇടയിലുള്ള മസിൽസ്, അതും കോൺട്രാക്ട് ചെയ്തു. അങ്ങനെയാവുമ്പോ എന്താണ്? നമ്മുടെ സ്റ്റേർണവും റിബ്സും എന്ത് ചെയ്യും? അതിങ്ങനെ കോൺട്രാക്ട് ചെയ്ത് മുകളിലേക്ക് ലിഫ്റ്റ് അപ്പ് ചെയ്യും, അല്ലെ? അങ്ങനെ ആ സമയത്ത് ആ ഒരു തൊറാക്സിക് വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഉള്ളിലുള്ള തൊറാക്സിക് വോളിയം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ലെങ്സ് എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ തൊറാക്സിക് പ്രഷർ, ഈ ഒരു നമ്മുടെ ഇതിന്റെ ഉള്ളിലുള്ള എന്താണ്? ലെങ്സിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആ ഒരു തൊറാക്സിക് റീജിയനിലുള്ള പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പ്രഷർ എന്ത് ചെയ്യും? കുറയും. പ്രഷർ കുറയുമ്പോൾ എന്നുവെച്ചാൽ സ്പേസ് കൂടുകയാണ്. അപ്പൊ അവർക്ക് എന്താണ്? കുറെ സ്പേസ് ആവും, അവിടെയുള്ള പ്രഷർ കുറയും. അങ്ങനെ ആവുമ്പോ എയർ എന്ത് ചെയ്യും? എയർ കുറച്ച് പ്രഷർ കുറഞ്ഞിട്ടുള്ള ഈ ഒരു എന്താണ് ആ ഒരു റീജിയനിലേക്ക്, പൾമനറി റീജിയനിലേക്ക് എന്ത് ചെയ്യും? എൻറ്റർ ചെയ്യും. അങ്ങനെയാണ് എന്ത് നടക്കുന്നത്? ഇൻസ്പിറേഷൻ നടക്കുന്നത്. ഓക്കെ, ഇതാണ് ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും. ഈ ഒരു ഇതെന്ത് ചെയ്യും? ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. അങ്ങനെയാകുമ്പോൾ റിബ് കേജ് എന്ത് ചെയ്യും? റിബ് കേജും സ്റ്റേർണും ഒക്കെ കുറച്ചുകൂടി ഒന്ന് ലിഫ്റ്റ് അപ്പ് ചെയ്യും. അങ്ങനെ ലിഫ്റ്റ് അപ്പ് ചെയ്യുമ്പോൾ ഈ തൊറാക്സിക് വോളിയം എന്ത് ചെയ്യും? തൊറാക്സിക് വോളിയം ഇൻക്രീസ് ചെയ്യും. തൊറാക്സിക് വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള പ്രഷർ എന്താണ്? പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ എന്താവും? പുറത്തുനിന്ന് എയർ എൻറ്റർ ചെയ്യും. ഓക്കെ, ഇനി എക്സ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എയർ എക്സ്പെൽ ചെയ്യാം. പുറത്തേക്ക് നോക്കുക അല്ലെ? അപ്പം എക്സ്പിറേഷൻ എന്ന് പറയുമ്പോ എന്താണ്? പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നതാണ്. അതിന് എന്തായിരിക്കും? അപ്പം ഇതിൽ നേരത്തെ സംഭവിച്ചതിന്റെ നേരെ തിരിച്ച് സംഭവിക്കും. ഡയഫ്രം എന്ത് ചെയ്യും? ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് നിന്ന ഡയഫ്രം അങ്ങ് റിലാക്സ് ചെയ്യും. അങ്ങനെ റിലാക്സ് ചെയ്തു. ഇന്റർകോസ്റ്റൽ മസിൽസും എന്ത് ചെയ്തു? റിലാക്സ് ചെയ്തു. അവർ രണ്ടുപേരും റിലാക്സ് ചെയ്യുമ്പോൾ എന്താണ്? നേരത്തെ ഇൻക്രീസ് ചെയ്തിട്ടുള്ള ആ തൊറാക്സിക് വോളിയം ഒക്കെ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലെ? കാരണം എന്താ? നമ്മുടെ റിബ് കേജും സ്റ്റേർണും ഒക്കെ
ആ നേരത്തെ അതിന്റെ പൊസിഷനിൽ തന്നെ വന്നു നിന്നു. അപ്പൊ തൊറാക്സിക് വോളിയം എന്ത് ചെയ്തു? ഒന്നുകൂടി ഒന്ന് കുറഞ്ഞു. ആ കുറയുമ്പോ എന്താവും? ലങ് ഒന്ന് കൺട്രാക്ട് ചെയ്തു, അതിനുള്ള പ്രഷർ എന്ത് ചെയ്തു? ഒന്ന് കൂടി, അല്ലെ? അപ്പൊ ലങ് ഒന്ന് കൺട്രാക്ട് ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള പ്രഷർ എന്ത് ചെയ്യും? പ്രഷർ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും. അതിനുള്ളിലുള്ള പ്രഷർ പുറത്തെ പ്രഷറിനെക്കാട്ടും അങ്ങ് കൂടും. അങ്ങനെ ആകുമ്പോ എന്ത് ചെയ്യും? ആ പ്രഷറിൽ എന്ത് ചെയ്യും? ആ എയർ എന്ത് ചെയ്യും? പുറത്തേക്ക് അങ്ങോട്ട് പോവും. ഓക്കെ, ഡയഫ്രം എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും. ഇന്റർകോസ്റ്റൽ മസിൽസും റിലാക്സ് ചെയ്യും. അപ്പൊ റിബ്സും സ്റ്റേർണവും ഒക്കെ എന്ത് ചെയ്യും? അതിന്റെ ശരിക്കുള്ള പൊസിഷനിലേക്ക് വന്നങ്ങ് നിൽക്കും. ഓക്കെ, അങ്ങനെ ആകുമ്പം ഇവിടെയുള്ള ഈ ഒരു തൊറാക്സിക് സ്പേസില് അല്ലെങ്കിൽ എന്താണ് തൊറാക്സിക് വോളിയം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും, അങ്ങ് കുറയും. തൊറാക്സിക് വോളിയം കുറയുമ്പോ എന്താണ്? അതിനുള്ളിലുള്ള പ്രഷർ എന്ത് ചെയ്യും? പ്രഷർ അങ്ങോട്ട് കൂടും. അങ്ങനെ കൂടുമ്പോ എന്ത് ചെയ്യും? എയർ അങ്ങോട്ട് പുറത്തേക്ക് പോകും. ഓക്കെ, ഓക്കെ ആണോ? ഇൻസ്പിറേഷനും എക്സ്പിറേഷനും ഓക്കെ. Okay. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ആണ് നടത്തുന്നതെങ്കിൽ, ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ എക്സ്പിറേഷൻ നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും? അബ്ഡോമിനൽ മസിൽസും ഇന്റർകോസ്റ്റൽ മസിൽസും ഒക്കെ എന്ത് ചെയ്യും? ഒന്ന് കോൺട്രാക്ട് ചെയ്യും. ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ എയർ എക്സ്പെൽ ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ അതെന്താണ്? റിലാക്സ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ടാണ് നമ്മൾ എക്സ്പെൽ ചെയ്യുന്നതെങ്കിൽ അതൊന്ന് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. ഒരു നോർമൽ ബ്രീത്തിങ് റേറ്റ് ഒരു മിനിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 12 to 16 ടൈംസ് ആണ് എന്ത്? ഒരു നോർമൽ ബ്രീത്തിങ് റേറ്റ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ. ഓക്കെ, പിന്നെ സ്പൈറോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതെന്താണ് ചെയ്യുന്നത്? പൾമണറി ഫംഗ്ഷനെ അസസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? സ്പൈറോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെന്റ്. പൾമണറി ഫംഗ്ഷനെ അസസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? സ്പൈറോമീറ്റർ. ഓക്കെ, ഇനി നമ്മള് റെസ്പിറേറ്ററി വോളിയംസ്, റെസ്പിറേറ്ററി കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നതില്ലേ, അപ്പം അതിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ റെസ്പിറേറ്ററി വോളിയംസ് എന്ന് പറയുമ്പോൾ, അപ്പൊ ഇതെന്തായാലും ജസ്റ്റ് നല്ലോണം ആലോചിച്ച് വെക്കണം കേട്ടോ. റെസ്പിറേറ്ററി വോളിയംസ് എന്ന് പറയുമ്പോൾ വോളിയംസിൽ വരുന്ന ഏതാണ്? ഫസ്റ്റ് ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം എന്താണ്? ആർക്കെങ്കിലും അറിയോ? ടൈഡൽ വോളിയം എന്താണ്? നോർമൽ റെസ്പിറേഷനിലെ വോളിയം ഓഫ് എയർ ഇൻസ്പയറും എക്സ്പയറും ചെയ്യാം. ആ ഓക്കെ, ഒരു നോർമൽ ആയിട്ട് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എക്സ്പിറേഷൻ നടക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഇതല്ലേ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ, അല്ലെ? ഒരു നോർമൽ റെസ്പിറേഷൻ ഉണ്ടാവുന്ന ഇൻസ്പിറേഷനും എക്സ്പിറേഷനും അതിന്റെ ആ ഒരു വോളിയം, അല്ലെ? വോളിയം ഓഫ് എയർ, അല്ലെ? അതാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് വെച്ചാലോ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു ഇൻസ്പിറേഷൻ നടത്തണം. ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് എത്ര വോളിയം ഓഫ് എയർ എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എന്ത്? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് നോർമൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ നമ്മളൊരു ഫോഴ്സ്ഫുൾ ആയിട്ട് ഇൻസ്പിറേഷൻ നടത്തുമ്പോൾ ഇത് കൂടാതെ നമുക്ക് എത്ര അഡീഷണൽ ആയിട്ട് എയർ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്, വോളിയം ഓഫ് എയർ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എന്ത്? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അത് എത്രയാണ്? 2500 മുതൽ 3000 വരെ ml ആണ്. ഓക്കെ, ടൈഡൽ വോളിയം എന്ന് പറയുന്നതോ 500 ml ആയിട്ട് വരും. ഓക്കെ, ഒരു മിനിറ്റിൽ ഏകദേശം ഒരു ഹെൽത്തി ആയിട്ടുള്ള ആള് എത്രയാണ്? 6000 മുതൽ 8000 ml ആ ഒരു ഇതിലാണ് എന്ത് വരിക? ഈ ഒരു ടൈഡൽ വോളിയം വരിക. ഓക്കെ, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് വെച്ചാൽ എന്താണ്?
ഓക്കെ, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു ഇൻസ്പിറേഷൻ നടത്തുമ്പോൾ അല്ലെ ഇൻസ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഈ ഒരു ടൈഡൽ വോളിയം കഴിച്ച് ബാക്കി എത്ര കൂടുതൽ ഇൻസ്പയർ ചെയ്യാൻ പറ്റും, എയർ വോളിയം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് എന്താണ് എന്ത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. ഇനി എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു നോർമൽ എക്സ്പിറേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? എയർ പുറത്തേക്ക് കളയുന്നുണ്ട് അല്ലെ? അതല്ലാതെ ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ നടത്തുമ്പോൾ എത്ര അഡീഷണൽ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റുന്നു എന്നുവെച്ചാൽ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു നമ്മൾ എക്സ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു അളവിനെക്കാട്ടും എത്ര അളവ് കൂടുതൽ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും എന്നുള്ളത്. അപ്പം ഇതുണ്ട്, ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഫോഴ്സ്ഫുൾ ആയി നമ്മൾ നടത്തുമ്പോൾ പുറത്തേക്ക് പോകുന്നത്. പക്ഷേ എന്താണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്? അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ ഒരു ടൈഡൽ വോളിയത്തിനെക്കാട്ടും എത്ര പുറത്തേക്ക് കളയാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, എക്സ്പിറേറ്ററി റിസർവ് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസിഡ്വൽ വോളിയം എന്ന് വെച്ചാല് നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു എക്സ്പിറേഷൻ അല്ലെങ്കിൽ എക്സ്പയർ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ കുറേ എയർ പുറത്തേക്ക് പോയി അല്ലെ? ഇത് മുഴുവൻ എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും അല്ലെ? ഇത് രണ്ടുമായിട്ട് പുറത്തേക്ക് പോകും. നോർമൽ ഉള്ളതിലും പോകും, അതുപോലെ തന്നെ ഇത്രയും അധികവും കൂടി പോകും ഫോഴ്സ്ഫുൾ ആയിട്ട് നടത്തുമ്പോൾ അല്ലെ? അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? കുറച്ച് എയർ ബാക്കി നമ്മുടെ ലങ്സിൽ ബാക്കി ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയുന്നത്? റെസിഡ്വൽ വോളിയം എന്ന് പറയുന്നത്. ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ എക്സ്പയർ ചെയ്ത് കഴിഞ്ഞു, എന്നിട്ടും നമ്മുടെ ലങ്സിൽ ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള എയറിനെയാണ് എന്ത് പറയുന്നത്? റെസിഡ്വൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് പറയാവോ? ആരെങ്കിലും ഒന്ന് പറയാവോ? എന്താ പറയണ്ടത്? ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്താണ്? എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്താണ്? റെസിഡ്വൽ വോളിയം എന്താണ് എന്നൊന്ന് പറയാവോ? ടൈഡൽ വോളിയം പറഞ്ഞു കഴിഞ്ഞു, അത് വേണമെന്നില്ല. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ നടത്തുമ്പോൾ അഡീഷണൽ വോളിയം ഓഫ് എയർ ഇൻസ്പയർ ചെയ്യാം. ഓക്കെ, ആ ഇൻസ്പയർ ചെയ്യുന്ന അഡീഷണൽ വോളിയം ഓഫ് എയർ അല്ലെ? ടൈഡൽ വോളിയം കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഇൻസ്പയർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന അതാണ് ഇത്. ഓക്കെ, ഇനി എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാലോ? അത് എക്സ്പയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പയർ ചെയ്യുമ്പോൾ ടൈഡൽ വോളിയം എന്തായാലും എന്താണ്? നോർമൽ എക്സ്പിറേഷനിൽ ആ ഒരു ഇതിൽ എന്തായാലും പുറത്തേക്ക് പോകും. അതിൽ കൂടുതലായിട്ട് പോകുന്ന എത്ര എമൗണ്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് എന്ത്? എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. ഇനി ഏതാണ്? റെസിഡ്വൽ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പിറേഷൻ നടത്തി കഴിഞ്ഞു അല്ലെങ്കിൽ എക്സ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ലങ്സിൽ ഉണ്ടാവുന്ന എയറിന്റെ അളവ്. ഓക്കെ, ഇനി നമ്മൾ റെസ്പിറേറ്ററി കപ്പാസിറ്റീസ് നോക്കുവാണ്. ഓക്കെ, റെസ്പിറേറ്ററി കപ്പാസിറ്റിയിൽ ഫസ്റ്റ് വരുന്നത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആണ്. ഓക്കെ, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ എക്സ്പിറേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു പേഴ്സണ് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ വോളിയം ഓഫ് എയർ. ഓക്കെ, ഒരു നോർമൽ എക്സ്പിറേഷൻ കഴിഞ്ഞു അല്ലെ? നോർമലി നമ്മളൊന്ന് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞു, എയർ ഔട്ട് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് അതിനുശേഷം ഒരു പേഴ്സണ് എന്താണ് എടുക്കാൻ പറ്റുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് എയർ അല്ലെ? ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് എയർ. ഓക്കെ, അതിൽ എന്തൊക്കെ വരും? ടൈഡൽ വോളിയം എന്തായാലും ഉണ്ടാവും അല്ലെ? ടൈഡൽ വോളിയം എന്ന് വെച്ചാൽ എന്താ? ഒരു നോർമൽ സാഹചര്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ടാവും അല്ലെ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്താണ്? നോർമൽ സ്റ്റേറ്റിൽ അല്ലാണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി നോർമലിനെക്കാളും എത്ര എടുക്കുന്നുള്ളതാണ് എന്ത്? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ എത്ര എടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവുക അല്ലെ? എന്താണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ?
ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം ഒരു പേഴ്സണ് എത്ര വോളിയം ഓഫ് എയർ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അത് വരുമ്പോ എന്താണ് ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ നോർമൽ ആയിട്ടുള്ളതിൽ എടുക്കാൻ പറ്റുന്നത്. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് നോർമലിനെക്കാട്ടും കൂടുതൽ ഒരു എന്താണ് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുമ്പോൾ നോർമലിനെക്കാട്ടും കൂടുതൽ എത്ര എടുക്കുന്നുള്ളതിന്റെ അളവാണ് അല്ലെ. അപ്പം ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമുക്ക് എത്ര ഉള്ളിലേക്ക് എടുക്കാനാവുന്നുള്ളത് കിട്ടും. അതാണ് എന്ത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി എക്സ്പിറേറ്ററി കപ്പാസിറ്റി. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഇൻസ്പിറേഷൻ, ഒരു നോർമലി നമ്മളൊന്ന് ഇൻസ്പയർ ചെയ്തു ഉള്ളിലേക്ക് എടുത്തു, അതിനുശേഷം നമുക്ക് എന്താണ് എക്സ്പയർ ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ വോളിയം ഓഫ് എന്താണ് എക്സ്പിറേഷൻ ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ വോളിയം ഓഫ് എയർ. ഓക്കെ, എത്ര എയർ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അത് നോക്കുമ്പോൾ എന്താണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്ത് വരും? ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് നോർമൽ ആയിട്ട് ഒരു എക്സ്പിറേഷനിൽ പുറത്തേക്ക് കളയാൻ പറ്റുന്ന ഇത് വരും. അതുപോലെ തന്നെ ഫോഴ്സ്ഫുൾ ആയിട്ട് ആവുമ്പോൾ എന്ത് വരും? ആ ഒരു ടൈഡൽ വോളിയത്തിനെക്കാട്ടും എത്ര കൂടുതൽ നമ്മൾ പുറത്തേക്ക് കളയുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് എത്ര പുറത്തേക്ക് കളയാൻ പറ്റും എന്നുള്ളതാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അപ്പം അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ ആയിട്ട് നമുക്ക് എത്ര എയർ പുറത്തേക്ക് കളയാൻ പറ്റും എന്നുള്ളത് കിട്ടും. അപ്പൊ അതെന്താണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടൈഡൽ വോളിയവും എക്സ്പിറേറ്ററി റിസർവ് വോളിയവും തമ്മിൽ കൂട്ടുന്നതായിരിക്കും. അതാണ് എന്ത് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാല് മൂന്നാമത്തെ എന്താണ്? ഫങ്ഷണൽ റെസിഡ്വൽ കപ്പാസിറ്റി ആണ്. അതാണ് ഫങ്ഷണൽ റെസിഡ്വൽ കപ്പാസിറ്റി ആണ്. ഒരു നോർമൽ എക്സ്പിറേഷൻ നടന്നു, അതിനുശേഷം നമ്മുടെ ലങ്സിൽ റിമെയിൻ ചെയ്യുന്ന എന്ത് എയർ എത്ര ഉണ്ടാവുന്നു? ഒരു നോർമൽ എക്സ്പിറേഷൻ നടന്നു, അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ലങ്സിൽ റിമെയിൻ ചെയ്യുന്ന എയർ എത്രയായിരിക്കും? ഓക്കെ, ഒരു നോർമൽ എക്സ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എയറിനെ ഉള്ളിലേക്ക് എടുത്തു അപ്പൊ നമ്മളെ ഇത് എത്ര നമുക്ക് ലങ്സിൽ വെക്കാനാവുന്ന ആളാണ് ചോദിക്കുന്നത്. അപ്പൊ എത്ര നമുക്ക് ഉള്ളിലേക്ക് എടുക്കാനാവും എന്നുള്ളതിന്റെ അളവിലല്ലേ നമുക്ക് അത് പറയാൻ പറ്റുക അല്ലെ. ഓക്കെ, അങ്ങനെ ആവുമ്പോ എത്ര വരും? എക്സ്പിറേറ്ററി റിസർവ് വോളിയവും പിന്നെ റെസിഡ്വൽ വോളിയവും വരും അല്ലെ. റെസിഡ്വൽ വോളിയം കൂടി വരില്ലേ? എക്സ്പിറേറ്ററി റിസർവ് വോളിയവും വരും അല്ലെ. എങ്ങനെയാണ്? റെസിഡ്വൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി അവിടെ ഉള്ളതാണ് അല്ലെ, ഓൾറെഡി അവിടെ ഉള്ള എയറും ഉണ്ടാവും, അതുപോലെ തന്നെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ടാവും അല്ലെ. ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് പറയാവോ? യെസ് മാം. ഓക്കെ, ഇനി നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ നടത്തി കഴിഞ്ഞിട്ട് എന്താണ് അതിനുശേഷം എന്താണ് നമുക്ക് എത്ര ബ്രീത്ത് ചെയ്ത് ഇതാക്കാൻ പറ്റും എന്നാണ് നോക്കുന്നത്. മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. ഒരു ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ നമ്മൾ പുറത്തേക്ക് നടത്തി കഴിഞ്ഞു, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും അളവ് എന്താണ് എയർ, അത്രയും അളവ് എയർ എത്ര വോളിയം ആണ് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ വരും? അതെന്താവണമെന്നില്ല, എക്സ്പിറേഷൻ തന്നെ ആവണമെന്നില്ല. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് മാക്സിമം വോളിയം ഓഫ് എയർ ഒരാൾക്ക് ഒരു ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നതും, അതുപോലെ തന്നെ ഒരു ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പയർ ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള എന്താണ് മാക്സിമം വോളിയം ഓഫ് ഇതിനെയാണ് എന്ത് പറയുന്നത്? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള എന്താണ് എക്സ്പിറേഷനും ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഇൻസ്പിറേഷനും ശേഷം എന്തുണ്ടാവും? ഒരു എക്സ്പിറേഷനും ഇൻസ്പിറേഷനും ഉണ്ടാവില്ലേ? അതിൽ നമുക്ക് എത്ര മാക്സിമം വോളിയം എടുക്കാൻ പറ്റും എന്നുള്ളതാണ് എന്ത് നോക്കുന്നത്? വൈറ്റൽ കപ്പാസിറ്റി നോക്കുന്നത്. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും?
ടൈഡൽ വോളിയം വരും. ഓക്കെ, നമുക്കൊരു നോർമൽ ഇതിൽ എത്ര എടുക്കാൻ പറ്റുന്നുള്ള വരും. പിന്നെന്താണ്, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം വരും. എക്സ്പിറേറ്ററി റിസർവ് വോളിയം അതിൽ വരും ഇല്ലേ? എന്തൊക്കെ വരും? വൈറ്റൽ കപ്പാസിറ്റി എന്ന് Tidal പറയുന്നത് volume, എന്താണ്? inflorescence. ടൈഡൽ വോളിയം വരും. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം വരും. പിന്നെ Expiration reserve. എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ത് വരും? അതിൽ വരും അല്ലെ? പിന്നെ ടോട്ടൽ ലെങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഒരു ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ, ഒരു ഫോഴ്സ്ഡ് നമ്മള് ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ എടുത്തു കഴിഞ്ഞാല് അത് എടുത്തു കഴിഞ്ഞ് നമ്മളെ ഉള്ളില് എന്ത് കിടക്കുന്നുണ്ട്? ഒരു എയർ ഫുള്ള് കിടക്കുന്നുണ്ട് അല്ലെ? അത് എത്ര വോളിയം ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു ഫോഴ്സ്ഡ് എന്താണ്, ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എത്ര വോളിയം ഓഫ് എയർ ഉണ്ടാവും എന്നുള്ളതാണ്, നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അത് നോക്കുന്നത്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ എന്താണ് വരുന്നത്? ഒരു ടോട്ടൽ ലെങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ റെസിഡ്യുവൽ വോളിയം ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന വോളിയം ഉണ്ടാവും. പിന്നെ എന്താണ്? എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട് അല്ലെ? എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്, അതുപോലെ തന്നെ എന്ത് വരും? ടൈഡൽ വോളിയം. ഈ 4 എണ്ണം കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ എല്ലാ വോളിയംസ് അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ ടോട്ടൽ ലെങ് കപ്പാസിറ്റി കിട്ടും. ഓക്കെ, നമ്മൾ എക്സ്ചേഞ്ചസ് ഓഫ് ഗ്യാസസ് ആണ് നോക്കുന്നത്. ഗ്യാസസ് എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്ന്. അപ്പം അതെങ്ങനെയാണ്? എവിടെയൊക്കെ സൈറ്റ് ഉണ്ട് നമുക്ക് ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് എവിടെയാണ്? ആൽവിയോളായിലാണ് അല്ലെ? ഒന്ന് ആൽവിയോളായി അല്ലെങ്കിൽ ആൽവിയോളാർ മെംബ്രെയിനിലാണ്. പിന്നെ എവിടെയാണ്? ടിഷ്യൂ അല്ലെങ്കിൽ ബ്ലഡ് അല്ലെങ്കിൽ ടിഷ്യൂസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? എന്ത് നടക്കുന്നത്? ഈ ഒരു ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സൈറ്റ് ഉള്ളത് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ്? ഡിഫ്യൂഷൻ വഴിയാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഏതൊക്കെയാണ് സൈറ്റ്? ഒന്ന് ആൽവിയോളായി ആണ്, പിന്നെ എവിടെയാണ്? ബ്ലഡും അതിന്റെ ടിഷ്യൂസുമാണ്. ഓക്കെ, ഈ ഒരു ഡിഫ്യൂഷൻ നമ്മളെ ആൽവിയോളായി അല്ലെങ്കിൽ ഈ ഒരു ബ്ലഡ് അല്ലെങ്കിൽ ടിഷ്യൂ ഇവിടെയൊക്കെ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് അനുകൂലമായിരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രഷർ ഗ്രേഡിയന്റ്. അവിടെ ഈ ആൽവിയോളായിൽ അല്ലെങ്കിൽ ബ്ലഡ് അല്ലെങ്കിൽ ടിഷ്യൂല് ആ സൈറ്റിലൊക്കെയുള്ള ഒരു പ്രഷർ, ഗ്യാസിന്റെ അങ്ങനെ എന്തെങ്കിലും പ്രഷർ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഡിഫ്യൂഷനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാസസിന്റെ സോലിബിലിറ്റി. ഗ്യാസസ് എത്ര സോലിബിൾ ആ ഒരു ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ആ ഒരു pH ആ ഒരു പ്രഷർ വെച്ചിട്ട് എത്ര അവര് റെഡ്ലി സോലിബിൾ ആണോ സോലിബിൾ അല്ലാതിരിക്കുന്നോ എന്നുള്ള ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഡിഫ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? എക്സ്ചേഞ്ച് ചെയ്യുന്ന സൈറ്റിന്റെ തിക്നെസ്, എത്ര തിക്നെസ് ഉണ്ട് ആ സൈറ്റിനെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഡിഫ്യൂഷന്റെ റേറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പാർഷ്യൽ പ്രഷർ, ഈ ഗ്യാസസിന്റെ പാർഷ്യൽ പ്രഷർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് മെയിൻ ആയിട്ട് നടത്തുന്നത് അല്ലെ? പാർഷ്യൽ പ്രഷർ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും പാർഷ്യൽ പ്രഷർ ഡിഫറെന്റ് സൈറ്റിൽ എന്താണ്? ഡിഫറെന്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മളിപ്പോ റെസ്പിറേറ്ററി ഗ്യാസസ്, ഓക്സിജന്റെ അറ്റ്മോസ്ഫെറിക് എയറിൽ, പുറത്തുള്ള എയറിൽ അവരുടെ പാർഷ്യൽ പ്രഷർ എന്താണ്? 189 എന്ന് പറയുന്നത് വെച്ചാൽ ഹൈ പാർഷ്യൽ പ്രഷർ ആണ് അവർക്ക് എന്ത്? അറ്റ്മോസ്ഫെറിക് എയറിൽ. അവര് എവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്? അറ്റ്മോസ്ഫെറിക് എയറിലാണ്. അവിടെയാണ് അവർക്ക് എന്ത്? പാർഷ്യൽ പ്രഷർ കൂടുതലായിട്ടുള്ളത്. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് ആ ഒരു സിസ്റ്റത്തിൽ ഏൽപ്പിക്കുന്ന പ്രഷർ ആണ്, ആ ഒരു സിസ്റ്റത്തിന് കൊടുക്കുന്ന പ്രഷർ ആണ്.
ഓക്കെ. അപ്പൊ അതിന്റെ എണ്ണം കൂടുമ്പോ അല്ലെ അളവ് കൂടുമ്പോ എന്തായിരിക്കും അവരുടെ പാർഷ്യൽ പ്രഷർ കൂടുകയാണ് ചെയ്യുക. ഓക്കെ. അറ്റ്മോസ്ഫിയറിക് എയറിൽ ഓക്സിജൻ ഭയങ്കര കൂടുതലാണ്. അവിടെ എന്താണ് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്താണ് അവരെ ഏൽപ്പിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് കൂടുതലാണ്. ഇനിയിപ്പോ നമ്മൾ ആൽവിയോളയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ആൽവിയോളയിലേക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാണ് അറ്റ്മോസ്ഫിയറിക് എയർ വരികയാണ് അല്ലെ ചെയ്യുന്നത്. അപ്പം അറ്റ്മോസ്ഫിയറിക് എയർ വരുന്ന ആൽവിയോളയിൽ എന്താണ് പാർഷ്യൽ പ്രഷർ എന്താണ് കുറച്ച് കുറവാണ്. അറ്റ്മോസ്ഫിയറിക് എയറിനെക്കാട്ടും കുറവാണ്. കാരണം പുറത്താണ് എന്ത് ഓക്സിജൻ അളവ് കൂടുതലുള്ളത്, അവരുടെ പാർഷ്യൽ പ്രഷറും കൂടുതലുള്ളത്. പക്ഷെ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിലും നമ്മുടെ ബോഡി എടുത്ത് നോക്കുമ്പോൾ ആൽവിയോളയിൽ ഏതാണ് എന്ത് ഓക്സിജന്റെ അളവ് കൂടുതൽ കാണുന്നതും അതിന് പാർഷ്യൽ പ്രഷർ കൂടുതലുള്ളതും. ഓക്കെ. ഇനി നമ്മൾ ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ടുള്ള ബ്ലഡ് അല്ലെ. ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്സിജന്റെ അളവ് എത്രയാണ് 40 ആയിട്ടാണ് കാണുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മൾ പറയുന്ന നല്ല ബ്ലഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ സെൽസിനൊക്കെ ആവശ്യമുള്ള ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എന്ന് പറയുമ്പോൾ അതിൽ എത്രയാണ് വരുന്നത് 95 ആണ് വരുന്നത്. ഓക്കെ. ഇനി നമ്മൾ ടിഷ്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടിഷ്യൂസിൽ 40 ആണ് എന്ത് ഓക്സിജന്റെ ഒരു അളവെന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ എയറിലാണ് എന്ത് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ അളവ് കൂടുതലായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ആൽവിയോളയിലാണ് കാണുന്നത്. പിന്നെ എന്താണ് ആൽവിയോളയിൽ നിന്ന് ടിഷ്യൂസിലേക്ക് അല്ലെങ്കിൽ സെൽസിലേക്കൊക്കെ പോകുന്ന ബ്ലഡിലേക്കൊക്കെ പോകുന്ന ഇതില്ലേ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആൽവിയോളയിൽ നിന്നും ഓക്സിജനെ സ്വീകരിച്ച് പോകുന്ന ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിൽ എത്ര ഉണ്ടാവും 95 ഉണ്ടാവും. പിന്നെ നമ്മുടെ ടിഷ്യൂസിലൊക്കെ എത്തി ഒരു ടിഷ്യൂസിലൊക്കെ എത്രയായിരിക്കും ഒരു 40 ആണ് അതിന്റെ അളവായിട്ട് കാണുന്നത്. ഇനി നമ്മുടെ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിലാണെങ്കിലോ അവിടെയും 40 തന്നെയായിട്ടാണ് കാണുന്നത്. ഓക്കെ. ഇനി നമ്മൾ CO2ന്റെ അളവ് എടുത്ത് നോക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് എയറിൽ എത്രയാണ് 0.3 ആണ്. നമ്മുടെ ആൽവിയോളയിലതിന് 40 ആയിട്ടാണ് കാണുന്നത്. ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ ഓക്സിജനേക്കാട്ടും കൂടുതലായിട്ട് എന്ത് കാണുന്നുണ്ട്. പിന്നെ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ എത്രയാണ് 40 ആണ്. നമ്മൾ ടിഷ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിയോക്സിനേറ്റഡ് ബ്ലഡ് പോലെ ഇതിൽ തന്നെയാണ് കാണുന്നത്. ടിഷ്യൂസിൽ എന്തായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും എന്തുണ്ടാവുക കൂടുതലായിട്ട് കാണുന്നുണ്ടാവുക. ഓക്കെ. ഇത് അതിന്റെ പിക്ചർ തന്നെയാണ്. എന്താണ് ഇൻസ്പയർഡ് എയർ ഇൻസ്പിറേഷൻ വഴി ഉള്ളിലേക്ക് എടുക്കുന്നു. ഇവിടെ എന്താണ് പാർഷ്യൽ പ്രഷർ O2ന്റെ പാർഷ്യൽ പ്രഷർ ഓക്സിജന്റെ ആണ് കൂടുതലായിട്ട് കാണുന്നത്. ഇത് എന്താണ് ആൽവിയോളാർ എയർ ആണ്. ഓക്കെ. പാർഷ്യൽ പ്രഷർ എന്തിനാണ് O2നാണ് കൂടുതലായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇവിടുന്ന് ഓക്സിജനേറ്റഡ് ആയിട്ട് പോകുന്ന ബ്ലഡിൽ എന്താണ് ഓക്സിജനേറ്റഡ് ബ്ലഡിൽ പാർഷ്യൽ പ്രഷർ ഓഫ് O2 ആണ് എന്ത് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ആണ് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ. ഇനി നമ്മൾ ബോഡി ടിഷ്യൂസിലൊക്കെ എത്തി കഴിയുമ്പോൾ എന്താണ് ടിഷ്യൂസിലും അതുപോലെ തന്നെ അവിടുന്ന് ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിലും ഇതിലൊക്കെ എങ്ങനെയാണ് O2ന്റെ പാർഷ്യൽ പ്രഷർ കുറവാണ് 40 ഉള്ളൂ. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എന്താണ് 45 ഇതിൽ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ഒരു കുറച്ച് ഭാഗം കൂടിയേ ഉള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യാം നാളെ പറയാം. ഓക്കെ. ഇത്രയും വരെ എടുത്തത് ഓക്കെ. എന്തെങ്കിലും മനസ്സിലാവാത്ത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടോ? എന്തെങ്കിലും പറ. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറ. മനസ്സിലായി മാം.
ഓക്കെ, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ ഇതിന്റെ ബാക്കി കുറച്ച് പോർഷനും കൂടി ഉണ്ട്, അതും നെക്സ്റ്റ് ഇതുമായിട്ട് തുടങ്ങാം. ഓക്കെ, Okay, ma'am. Thank you. താങ്ക് യു.